അസ്സലാമു അലൈക്കും. ഒമ്പങ്കുന്ന് കോയക്കയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു മറഞ്ഞിരിക്കുന്ന ഒരു നിധിയായിരുന്നു. അവൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചു. അതിനാൽ അല്ലാഹു ഉദ്ദേശിച്ച ഭാഗങ്ങളിൽ ഏറ്റവും സൂക്ഷ്മയായത് മുതൽ ഏറ്റവും മഹത്വമുള്ളത് വരെയും ഏറ്റവും നിസാരമായത് മുതൽ ഏറ്റവും വലുതുവരെയുമുള്ള അവൻ ഉദ്ദേശിച്ച സൃഷ്ടികളെ ഒറ്റയായും കൂട്ടമായും സൃഷ്ടിച്ചു. അല്ലാഹു അറിവും ബുദ്ധിയും നൽകിയ മനുഷ്യനെയും അതുപോലെ അവൻ ഉദ്ദേശിക്കുന്ന മറ്റെന്തും അവൻ നിശ്ചയിച്ച അളവിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്മയിൽ വരണമെന്ന് അവൻ നിശ്ചയിച്ച സൃഷ്ടികൾക്കനുസൃതമായി വായുവും വെള്ളവും ഭക്ഷണവും മറ്റും സൃഷ്ടിച്ചു നൽകുകയും ഓരോ സൃഷ്ടിയെയും ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിൽ ഉദ്ദേശിക്കുന്ന കാലത്തോളം ഉദ്ദേശിക്കുന്നത് പോലെ അതീവ സൂക്ഷ്മതയോടെ പരിപാലിക്കുകയും ചെയ്യുന്നു. മനുഷ്യ ജിന്നുവർഗങ്ങളെ അല്ലാഹു സ്വാഭിഷ്ടാനുസരണം സൃഷ്ടിക്കുകയും അവർക്ക് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു അവർക്ക് ഒരുക്കി വെക്കുകയും നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള അറിവ് നൽകിയും തന്നെയും പ്രപഞ്ചമഖിലവും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഒരു നാഥനുണ്ടെന്ന ഉൾബോധത്തോടെയാണ് ഓരോ മനുഷ്യരെയും അല്ലാഹു സൃഷ്ടിച്ചത്. മനുഷ്യ ജിന്നുവർഗങ്ങളിലെ മുൻകാമികളും പിൻകാമികളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ ഇവരിൽ ഏകനും കാരുണ്യവാനുമായ അല്ലാഹുവിന്റെ അവതാരങ്ങൾ ഓരോ സെക്കൻഡുകളിലും അനുഭവിച്ച് ജീവിച്ചിരുന്ന മുൻകാമികളും പിൻകാമികളും ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരുമായ ഇവരിൽ ചെറിയൊരു വിഭാഗം അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും സർവജ്ഞാനിയും അതിശക്തിയുടയവനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനൊരുവനുമായ അല്ലാഹുവിനെ കുറിച്ചും അല്ലാഹു ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളത് മുതൽ ഏറ്റവും മഹത്വമുള്ളത് വരെയും ഏറ്റവും നിസാരമായത് മുതൽ ഏറ്റവും വലുതുവരെയും ഉദ്ദേശിക്കുന്നതെന്തും ഒറ്റയായും കൂട്ടമായും സൃഷ്ടിക്കുകയും സൃഷ്ടികൾക്ക് ഓരോന്നിനും അതിനനുസൃതമായ വായുവും വെള്ളവും ഭക്ഷണവും മറ്റും അപ്പപ്പോൾ സൃഷ്ടിച്ചും സംവിധാനിച്ചും സൂക്ഷ്മതയോടെ പരിപാലിക്കുന്ന അല്ലാഹുവിനെ കുറിച്ചും നമ്മുടെ സ്വാതന്ത്ര്യമല്ലാത്ത ഈ ലോക ജീവിതത്തെ കുറിച്ചും സൂക്ഷ്മമായി ചിന്തിക്കുന്നവരും സൂക്ഷ്മതയില്ലാതെ ചിന്തിക്കുന്നവരുമായി ഉണ്ടാകും. സൃഷ്ടാവും സംരക്ഷകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനുമായ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കാത്തവർ അതിനും എത്രയോ കൂടുതലുണ്ടാകും. അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും സർവജ്ഞാനിയും അതിശക്തിയുടയവനും ഏകനൊരുവനുമായ അല്ലാഹു ഉദ്ദേശിക്കുന്ന സൃഷ്ടികളെ ഉദ്ദേശിക്കുമ്പോൾ ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിൽ അവിടെ ഒറ്റയായും കൂട്ടമായും പരീക്ഷിക്കേണ്ടതിനെ പരീക്ഷിക്കുകയും ഓരോന്നിനെയും പരീക്ഷണത്തിലൂടെ മുന്തിപ്പിക്കേണ്ടതിനെ മുന്തിപ്പിക്കുകയും ബന്ധിപ്പിക്കേണ്ടതിനെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഓരോന്നിനെയും അല്ലാഹു നിശ്ചയിക്കുന്ന കാലത്തോളം സൂക്ഷ്മതയോടെ പരിപാലിക്കുകയും അല്ലാഹു ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിൽ ഒറ്റയായും കൂട്ടമായും മരിപ്പിക്കേണ്ടതിനെ മരിപ്പിക്കുകയും നശിപ്പിക്കേണ്ടതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അല്ലാഹു ഉദ്ദേശിക്കുന്ന ഭാഗങ്ങളിൽ ഉദ്ദേശിക്കുന്ന മനുഷ്യരെയും മറ്റു സൃഷ്ടികളെയും ഒറ്റയായും കൂട്ടമായും വീണ്ടും വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്ത് അഖിലവും അടക്കി വാഴുന്ന അനുഗ്രഹങ്ങൾ നിറഞ്ഞ അല്ലാഹുവിനെ അറിഞ്ഞും അവന്റെ പ്രവാചകർക്ക് നൽകിയ ഖുർആനിക നിയമവിധി വ്യവസ്ഥകൾ അനുസരിച്ചും സൂക്ഷ്മതയോടെ ജീവിക്കാൻ പരിശ്രമിക്കുമ്പോൾ അല്ലാഹു അവതാരമായി നൽകുന്ന അവന്റെ ചെറുതും വലുതുമായ പരീക്ഷണങ്ങളെ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടെയും ബോധത്തോടെയും സഹിച്ചും ക്ഷമിച്ചും ഏറ്റവും നന്മയായതിൽ പരിശ്രമിച്ച് മുന്നേറുമ്പോൾ അവർക്ക് ഇഹലോകത്തും പരലോകത്തും അല്ലാഹു നൽകുന്ന കാരുണ്യത്തെ കുറിച്ചുള്ള കൂടുതൽ അറിവ് അല്ലാഹുവിന് മാത്രം. അല്ലാഹുവിന്റെ അവതാരങ്ങൾ ഓരോ സെക്കൻഡിലും അനുഭവിച്ച് ജീവിക്കുന്ന മറ്റൊരു വിഭാഗം അടിമകൾ അഖില ലോക സൃഷ്ടാവും സംരക്ഷകനും സർവശക്തിയുടയവനും ഏകനുമായ അല്ലാഹുവിനെ കുറിച്ചും പ്രവാചകരെ കുറിച്ചും അവന്റെ ഖുർആനിക നിയമവിധി വ്യവസ്ഥകളെ കുറിച്ചും
പരലോകത്തെ കുറിച്ചും എത്ര തന്നെ കേട്ടിട്ടും ചിലതെല്ലാം അനുസരിച്ചും ചിലതെല്ലാം അനുസരിക്കാതെയും ഹറാമും ഹലാലും ഗൗനിക്കാതെയും ജീവിതം നയിക്കുമ്പോൾ അള്ളാഹുവിന്റെ നേർവഴിയിലേക്ക് മടങ്ങാൻ വേണ്ടി ചെറുതും വലുതുമായ പല വിധേനയുള്ള പരീക്ഷണങ്ങൾ ഒന്നൊന്നായി നൽകിയിട്ടും അതൊന്നും ഗൗനിക്കാതെ ജീവിതം നയിക്കുന്ന ഈ വിഭാഗത്തിന് പരലോകത്ത് അള്ളാഹു നൽകുന്ന ശാശ്വതമായ ശിക്ഷയെ കുറിച്ച് ചിന്തിക്കുന്നവരും ഉണ്ടാകും. അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരാളുടെയും നാവിന് ഉച്ചരിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു വാക്കാണ്. മരണസന്നനായി പ്രാണൻ വെടിയാറായ ഒരാൾക്ക് പോലും അത് ഉരുവിടാൻ നാവിന്റെ ലളിതമായ അനക്കം മാത്രമേ വേണ്ടതുള്ളൂ. ചുണ്ടുപോലും അനങ്ങാതെയും വായ തുറക്കാതെയും ആരും അറിയാതെയും അത് ഉരുവിടാനാവും. മരിക്കുമ്പോൾ ബോധം പോകുന്നതിന് മുമ്പ് ഏറ്റവും അവസാനമായി നിശ്ചലമാകുന്ന അവയവങ്ങളിൽ ഒന്ന് നാവാണല്ലോ. വിട പറയുന്ന റൂഹിനെ പിന്തുടരുന്ന കണ്ണുകളാണ് മറ്റൊന്ന്. അതുകൊണ്ടാണ് അവ പലപ്പോഴും അടയാതെ തുറന്നു കിടക്കുന്നത്. അതിനാൽ അല്ലാഹു ഉണ്ട് അഥവാ ദൈവം ഉണ്ട് എന്നറിയിക്കാൻ ഒരു വേദത്തിന്റെയും ആവശ്യമില്ല. അതിന് ഈ പ്രപഞ്ചമാകുന്ന മഹാവേദപുസ്തകം തന്നെ ധാരാളമാണ്. എന്നാൽ അല്ലാഹു അഥവാ ഏക ദൈവം എത്ര എണ്ണമുണ്ട് എന്നതിനെ കുറിച്ച് വ്യവഹരിക്കാനാണ് വേദങ്ങളുടെ ആവശ്യം. ദുർവ്യാഖ്യാനങ്ങൾ മാറ്റിവെച്ചാൽ ഒരു വേദവും സൃഷ്ടാവും ഒന്നിൽ കൂടുതൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അഥവാ സൃഷ്ടാവും അദൃശ്യനും വ്യവഹരണാതീതനുമായതിനാൽ അവന്റെ വിവരണം അവനിൽ നിന്നു തന്നെ അവന്റെ നേരിട്ടുള്ള വാക്കുകളിൽ വിശ്വസനീയമായി വരേണ്ടതുണ്ട്. അതാണ് വേദപുസ്തകങ്ങളുടെ ധർമ്മം. പ്രത്യേകമായി തെരഞ്ഞെടുത്ത മനുഷ്യരോട് അല്ലാഹു അഥവാ സൃഷ്ടാവ് നേരിട്ട് സംസാരിക്കാറുണ്ട്. എന്നാൽ അവർ അങ്കുലി പരിമിതരാണ്. അത് അവന്റെ സ്ഥാനവും മഹത്വവും കാരണവും ഇഹലോകം മനുഷ്യ ജീവിതത്തിന്റെ പരീക്ഷണശാലയായതിനാൽ അവൻ ഇവിടെ കുറ്റവുമായതിനാലാണ്. അതിനാൽ അള്ളാഹുവിന്റെ അഥവാ സൃഷ്ടാവിന്റെ ഈ വാക്കുകൾ മനുഷ്യർക്ക് എത്തിക്കാൻ അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് അവൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് അവൻ കൽപ്പനയോടെ മലക്കുകളെ അയക്കുന്നു. ഞാനല്ലാതെ ഒരാരാധനുമില്ല, അതുകൊണ്ട് എന്നെ ഭയപ്പെടുവീൻ എന്ന് മുന്നറിയിപ്പ് നൽകുക എന്ന സന്ദേശവുമായി സൂറത്തുൻ നഹ്ൽ 2. അല്ലാഹു അഥവാ സൃഷ്ടാവ് മനുഷ്യരിൽ നിന്ന് പ്രത്യേകം നിയോഗിച്ച സന്ദേശവാഹകരാണ് മുർസലുകൾ അഥവാ ദൂതന്മാർ. അവർ 313 പേരുണ്ട്. അള്ളാഹുവിന്റെ ദൂതന്മാരിലൂടെ അവതരിച്ച വേദങ്ങൾ അള്ളാഹു നിശ്ചയിച്ച 6 കാലഘട്ടത്തിലെ ചെറുതും വലുതുമായ ഗോത്രങ്ങളിലേക്കും ചെറുതും വലുതുമായ സമൂഹങ്ങളിലേക്കും സൂക്ഷ്മമായി വിശദീകരിച്ചു കൊടുക്കാനും ജീവിതത്തിൽ പകർത്തി കാണിക്കാനും നടപ്പാക്കാനുമായി 1,24,000-ൽ പരം പ്രവാചകന്മാരെയും അവൻ നിയോഗിച്ചയച്ചു. തങ്ങൾ പ്രവാചകന്മാരാണെന്ന് തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളുമായാണ് അവർ ഓരോരുത്തരും വന്നത്. അല്ലാഹു എങ്ങനെയാണ് സൃഷ്ടാവായത്, എങ്ങനെയാണ് അവൻ ഒരേ ഒരു ദൈവമായത്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു അഥവാ ദൈവം എന്നാൽ എന്താണത് അർത്ഥമാക്കുന്നത് എന്നത് കൂടി പരിശോധിക്കാം. അതായത് വിശേഷബുദ്ധിയും അറിവുമുള്ള ഒരു സൃഷ്ടിക്ക് ആദ്യമായും അവസാനമായും സമ്മതിക്കാനുള്ളത് എനിക്ക് ഒരു സൃഷ്ടാവും സന്ദർശകനും ഉണ്ട്, അവനാണ് അല്ലാഹു. ഇത് അലസമായ ഒരു കാര്യമല്ല. അഖിലലോക സൃഷ്ടാവും സംരക്ഷകനും പരിപാലകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനുമായ ആ നാഥൻ മാത്രമേ ഉള്ളൂ എന്ന പരമ യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തിന്റെ വാച്യമായ പ്രകടനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദൈവമേ ഇല്ല എന്ന കലവറയില്ലാതെ നിഷേധത്തിനു ശേഷം ഇല്ലല്ലാഹു, അല്ലാഹു ഒഴികെ എന്ന അനിഷേധ്യമായ യാഥാർത്ഥ്യത്തോടുള്ള ബോധപൂർവമായ സമ്മത പ്രകടനം. അവനാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു,
എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അവനല്ലാതെ ഒരു ആരാധനില്ല. സൂറത്തുൽ മുഅ്മിൻ 62. അതാണ് സിംഹാസന ശുക്രത്തിന്റെ ആയത്തുൽ കുർസിയുടെ പൊരുൾ തേടിയുള്ള യാത്രയിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. അല്ലാഹു അഥവാ ദൈവമായി എത്രയാളുണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് സൂറത്തുൽ ഇഖ്ലാസ്. നബി പറയുക, അവൻ അല്ലാഹു ഏകനാണ്. സൂറത്തുൽ ഇഖ്ലാസ് 1. അല്ലാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനും സർവ്വരുടെ ആശ്രയ കേന്ദ്രവുമാകുന്നു. സൂറത്തുൽ ഇഖ്ലാസ് 2. അവൻ സന്താനത്തെ ജനിപ്പിച്ചിട്ടില്ല, ജനിപ്പിക്കപ്പെട്ടിട്ടുമില്ല. സൂറത്തുൽ ഇഖ്ലാസ് 3. അവന് തുല്യനായി ആരും ഒന്നും ഇല്ല. സൂറത്തുൽ ഇഖ്ലാസ് 4. ആരുടെയും പിതാവോ ആരുടെയും ആശ്രിതനോ ആരുടെയും തുല്യനോ താഴെയുള്ളവനോ അല്ലാത്ത ഒരേ ഒരു അല്ലാഹു അഥവാ ഒരേ ഒരു ദൈവമാണവൻ എന്നാണ് ഈ ശുക്രത്തിന്റെ സാരം. അപ്പോൾ അവന് കണ്ണുകളും കൈകളും കാലുകളും ഉണ്ടെന്നതിന്റെ അർത്ഥം എന്താണ്? അത് അവന് നമുക്കുള്ളത് പോലെയോ നമുക്കില്ലാത്തത് പോലെയുള്ളതോ ആയ ഇത്രയും അവയവങ്ങളുണ്ട് എന്ന് സമർത്ഥിക്കാനുള്ളതല്ല. മറിച്ച് അല്ലാഹുവിന് നിരുപാധികം കാണാനും കേൾക്കാനും ബലം പ്രയോഗിക്കാനും ചലിക്കാനും കഴിവുള്ളവനാണെന്ന് എന്നറിയിക്കാനാണ്. അവൻ ആകാശത്ത് ആരാധ്യനാണ്, ഭൂമിയിലും ആരാധ്യൻ. അവൻ തന്ത്രജ്ഞനും സർവജ്ഞനുമാണ്. സൂറത്ത് സുഖറൂഫ് 84. 7 ആകാശങ്ങളെയും അവയെ പോലെ തന്നെ ഭൂമിയെയും സൃഷ്ടിച്ചവനാണ് അല്ലാഹു. അവയ്ക്കിടയിൽ കൽപ്പന ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണെന്നും എല്ലാ വസ്തുക്കളെയും അറിവ് കൊണ്ട് അവൻ വലയം ചെയ്തിരിക്കുന്നു എന്നും നിങ്ങൾ അറിയാൻ വേണ്ടി. സൂറത്ത് ത്വലാഖ് 12. ആകാശഭൂമിയിലുള്ളവരെല്ലാം അല്ലാഹുവിനുള്ളതാണ്. അവന്റെ അടുത്തുള്ളവർ മലക്കുകൾ അവൻ ഇബാദത്ത് ചെയ്യുന്നതിനെ പറ്റി അഹങ്കരിക്കുകയില്ല, അവർ ക്ഷീണിതരായി പോകുകയുമില്ല. സൂറത്തുൽ അംബിയാ 19. ഏകനായ അല്ലാഹുവിന്റെ അസ്തിത്വം തെളിയിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നു. അല്ലാഹു അല്ലാത്ത ഒരു ഇലാഹുവില്ല, ആരാധനക്കർഹൻ അവൻ മാത്രം. അവൻ അന്യാശ്രയം ആവശ്യമില്ലാത്തവൻ, സർവരുടെയും ആശ്രയ കേന്ദ്രവുമായവൻ, എല്ലാ നിലയിലും ഏകൻ, സർവ വസ്തുക്കളിലും എല്ലായ്പ്പോഴും ഹാജരുള്ളവനും സൃഷ്ടികളുടെ സർവകാര്യങ്ങളും സൂക്ഷ്മമായി വീക്ഷിക്കുന്നവൻ. അവൻ ആദ്യനും അന്ത്യനും പ്രത്യക്ഷനും പരോക്ഷനുമാകുന്നു. സൂറത്തുൽ ഹദീദ് 3. അവന്റെ ഏകത്വം ഊന്നി പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലെ അല്ലാഹു എന്ന പരമസത്യത്തിന്റെ വ്യാഖ്യാനങ്ങളും സ്തുതികീർത്തനങ്ങളും തന്നെയാണ് സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ തുടങ്ങിയ ദിക്റുകളും അവന്റെ 99 വിശിഷ്ട നാമങ്ങളും. എന്നാൽ അല്ലാഹുവിന്റെ ഏറ്റവും പരിപൂർണമായ നാമം അല്ലാഹു എന്നത് മാത്രമാണ്. മറ്റൊരു വാക്കും മറ്റൊരു പേരും അല്ലാഹുവിന്റെ ഏറ്റവും പരിപൂർണമായ നാമമോ വിശേഷണമോ ആകുന്നില്ല. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു ദിക്ർ ആകുന്നത്. അല്ലാഹു ഒഴികെ യാതൊരു ഇലാഹുമില്ല എന്ന വാക്യം തന്നെ അല്ലാഹുവിനെ സംബന്ധിച്ച സ്മരണയാണ്. മറ്റെല്ലാ ഇബാദത്തുകളും ഈ വാക്യത്തെ ബലപ്പെടുത്തലാണ്. നീ അല്ലാഹുവിനെ സ്മരിക്കുന്നതിന്റെ ഫലം അവൻ നിന്നെ സ്മരിക്കുകയാകുന്നു. ഇതിനേക്കാൾ മഹത്തായ ഒരു ഫലം മറ്റെന്താണുള്ളത്? എന്നെ സ്മരിക്കുകയും എന്നാൽ ഞാൻ നിങ്ങളെ സ്മരിക്കുന്നതാണ് എന്ന് അല്ലാഹു അരുൾ ചെയ്തിരിക്കുന്നു. അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു, നിങ്ങൾ വിജയം ആശിക്കുന്നുവെങ്കിൽ അതിനുള്ള മാർഗം അല്ലാഹുവിനെ നിന്നും ഇരുന്നും കിടന്നും കൂടുതൽ കൂടുതൽ സ്മരിക്കലാകുന്നു. അല്പസമയമല്ല, അധിക സമയത്തും അല്ലാഹുവിൽ സ്മരിക്കലാകുന്നു. ഏതൊരുവന് എന്റെ സ്മരണ എന്നോട് സ്വന്തം ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് തടസ്സമായി തീരുന്നുവോ അവന് ഞാൻ നൽകുന്ന പ്രതിഫലം ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നവയേക്കാൾ മഹത്വമുള്ളതായിരിക്കും എന്ന് അല്ലാഹു പറഞ്ഞതായും റസൂൽ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തിരിക്കുന്നു. അടിമകൾ ഏകനായ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറയുന്നതിന്റെ പരമമായ ന്യായം
അവനാണ് സർവ്വതിന്റെയും പരമമായ ഏകനൊരുവൻ. പ്രപഞ്ചത്തിലെ ഏതൊരു കാര്യവും അടിസ്ഥാനപരമായി അവൻ കാരണമായാണ് സംഭവിക്കുന്നത്. അതായത് ഓരോ സംഭവവും സംഭവിക്കുന്നത് അവൻ അതിനെ സംഭവിപ്പിക്കുന്നത് കൊണ്ട് മാത്രമാണ്. അങ്ങനെ അല്ലാതെ ഒരു സംഭവവും ഇവിടെ ഉണ്ടാവുന്നില്ല. സംഭവിപ്പിക്കുന്ന ഓരോ സംഭവത്തെയുമാണ് നാം മനുഷ്യ ഭാഷയിൽ അവന്റെ സൃഷ്ടി എന്നും അവന്റെ ഖലാഖ് എന്നും പറയുന്നത്. ഈ പ്രപഞ്ചവും അവയിലുള്ളവയെയും അങ്ങനെ സംഭവിച്ചതാണ്. ഓരോ സംഭവവും സംഭവിക്കുന്നത് അവന്റെ പ്രമാദമേശാത്ത നിരുപാധികമായ അറിവും അഥവാ ദൃഢവും സുനിശ്ചിതവും യുക്തിഭദ്രവുമായ തീരുമാനവും സുവ്യക്തവും സുബോധ്യവുമായ അനുവാദവും പ്രകാരം മാത്രമാണ്. നാം സാധാരണക്കാർ എല്ലാം അവന്റെ ഖലാഖ് പ്രകാരമാണ് സംഭവിക്കുന്നത് എന്നു ലളിതമായി ഇതെല്ലാം മനസ്സിലാക്കുന്നു. പ്രപഞ്ചത്തിലെ ഓരോ സംഭവവും അവന്റെ സൃഷ്ടിയാണെങ്കിൽ സ്വാഭാവികമായും പ്രപഞ്ചത്തിലെ ഓരോ സംഭവത്തിന്റെയും സൃഷ്ടാവും ഉടമയും അവനാണ്. പ്രപഞ്ചത്തിലെ യാതൊന്നിനും അവനല്ലാതെ മറ്റൊരു ഉടമയുമില്ല. മനുഷ്യരായ നമ്മളും അവന്റെ മാത്രം സൃഷ്ടിയും അവന്റെ മാത്രം ഉടമസ്ഥതയിൽ പെട്ടവരുമാണ്. അവനാണ് നമ്മെ സൃഷ്ടിച്ചു നിലനിർത്തുകയും പരിപാലിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്യുന്നത്. ഈ കാരണം കൊണ്ടാണ് നാം അവനെ ആരാധിക്കുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് അവൻ മാത്രമായതിനാൽ അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്നത് സ്വാഭാവികമായും വരുന്ന അലംഘനീയമായ ഒരു യാഥാർത്ഥ്യമാണ്. ഈ ലോകത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ നാം കാണുന്നതും കാണാത്തതും നാം കേൾക്കുന്നതും കേൾക്കാത്തതും നാം ഊഹിക്കുന്നതും ഊഹിക്കാത്തതുമായ അനേകം ഉണ്മകളും ജീവികളും ഉണ്ട്. അതിൽപ്പെട്ട 3 വിഭാഗമാണ് മലക്കുകളും മനുഷ്യരും ജിന്നുകളും. അള്ളാഹു മലക്കുകളെ പ്രകാശം കൊണ്ടാണ് സൃഷ്ടിച്ചത്. മനുഷ്യനെ മണ്ണ് കൊണ്ടും ജിന്നുകളെ പുകയില്ലാത്ത അഗ്നിജാല കൊണ്ടും സൃഷ്ടിച്ചു. താങ്കളുടെ നാഥന്റെ പക്കലുള്ളവർ മലക്കുകൾ അവനെ ആരാധിക്കുന്നതിൽ നിന്നും അഹങ്കരിച്ച് പിന്മാറുകയില്ല. അവർ അവന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും അവൻ ശാസ്ത്രാംഗം നമിക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ അഹ്റാഫ് 206. മലക്കുകൾ അള്ളാഹുവിന്റെ വിശ്വസ്ത ദാസന്മാരാകുന്നു. അള്ളാഹുവിനെ ആരാധിക്കുക, അവന്റെ മഹത്വവും പരിശുദ്ധിയും കീർത്തിച്ചു കൊണ്ടിരിക്കുക, അവൻ ശാസ്ത്രാംഗം ചെയ്യുക, അവന്റെ ഏത് നിർദ്ദേശങ്ങളും സർവാത്മന ശിരസ വഹിക്കുക. ഇതാണ് മലക്കുകളുടെ ചുമതല. ഈ ചുമതല നിർവഹണത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അവർ വരുത്തുകയുമില്ല. മറ്റാരുടെയും യാതൊരു വിധത്തിലുള്ള പ്രകോപനത്തിനും അവർ വഴങ്ങുകയുമില്ല. മനുഷ്യരും ജിന്നുകളും ദഖലൈൻ എന്നറിയപ്പെടുന്ന ഭാരം കൂടിയ 2 വിഭാഗങ്ങൾ എന്നർത്ഥം. അതിന്റെ പൊരുൾ നമുക്കറിയില്ല. മൊത്തത്തിൽ ഇങ്ങനെ മനസ്സിലാക്കാം: മനുഷ്യരും ജിന്നുകളും സഞ്ചാര പരിമിതിയുള്ളവരാണ്. മലക്കുകൾ അങ്ങനെയല്ല. അല്ലാഹു തന്റെ അടിമകളിൽ നിന്ന് താൻ ഉദ്ദേശിക്കുന്നവരിലേക്ക് അവൻ തന്റെ കൽപ്പനയോടെ മലക്കുകളെ വിജ്ഞാനങ്ങളുള്ള ആത്മാവും കൊണ്ട് അയക്കുന്നു. ഞാനല്ലാതെ ഒരാരാധനയുമില്ല, അതുകൊണ്ട് എന്നെ സൂക്ഷിക്കുകയും എന്ന് മുന്നറിയിപ്പ് നൽകുക എന്ന സന്ദേശവുമായിട്ട് സൂറത്തുൻ നഹ്ൽ 2. മലക്കുകൾക്ക് സെക്കൻഡ് സമയം പോലും ആവശ്യമില്ല. 7ാം ആകാശത്ത് നിന്നും അള്ളാഹുവിന്റെ കൽപ്പന ഭൂമിയിൽ അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ ദൂതനിലേക്ക് എത്തിച്ചു നൽകാനും അള്ളാഹു ഏൽപ്പിക്കുന്നത് നടപ്പിൽ വരുത്താനും പ്രകാശത്തെക്കാൾ വേഗത്തിൽ തിരിച്ചു സഞ്ചരിച്ചു എത്താനും സാധ്യമാണെന്ന കാര്യത്തിൽ വിശ്വാസികളായ ആധുനിക മനുഷ്യർക്കും സംശയമില്ല. മനുഷ്യൻ ജനിക്കുന്ന സമയം മുതൽ അവനിൽ മലക്കിന്റെ ദൗത്യ നിർവഹണം തുടങ്ങുന്നു. അനസ് റളിയല്ലാഹുവിനെ തൊട്ട് റിപ്പോർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല ഗർഭാശയത്തിൽ ഒരു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അവർ അള്ളാഹുവിനോട് ചോദിക്കും, ഇത് രക്തപിണ്ഡം ആണോ
എന്ന്. അപ്പോൾ അള്ളാഹു പറയുന്നത് അവർ എഴുതും. പിന്നീട് ചോദിക്കും, ഇത് മാംസപിണ്ഡമാണോ എന്ന്. അപ്പോൾ അള്ളാഹു പറയും, അതനുസരിച്ച് അവർ എഴുതുന്നു. പിന്നീട് അള്ളാഹു അവരെ സൃഷ്ടിക്കാൻ ഉദ്ദേശിച്ചാൽ ആ മലക്ക് ചോദിക്കും, ആണാണോ പെണ്ണാണോ എന്ന്. അപ്പോൾ അള്ളാഹു പറയുന്നത് അവർ എഴുതുന്നു. വിജയിയാണോ പരാജയപ്പെട്ടവൻ ആണോ എന്ന് ചോദിക്കും. അള്ളാഹു പറയും, അത് അവർ എഴുതും. അവരുടെ ഭക്ഷണവും അവരുടെ ആയുസ്സും ആ മലക്ക് അള്ളാഹുവിനോട് ചോദിക്കും. അള്ളാഹു പറഞ്ഞു കൊടുക്കും. അവർ ആ മലക്ക് എഴുതും. ബുഖാരി. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കപ്പെടുന്ന രീതി എന്തെന്നാൽ, അവൻ തന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ 40 ദിവസം ഒരു ബീജകണമായി ശേഖരിക്കപ്പെടുകയും തുടർന്ന് കട്ട പിടിച്ച രക്തം പോലെ സമാനമായ കാലം കഴിയുകയും തുടർന്ന് മാംസപിണ്ഡമായി വീണ്ടും സമാനമായ കാലം പിന്നിടുകയും ശേഷം ഒരു മലക്കിനെ അയക്കും. മലക്ക് ആ ഗർഭപിണ്ഡത്തിലേക്ക് ആത്മാവ് ഊതുകയും 4 കാര്യങ്ങൾ അതിന് വിധിയാക്കുകയും ചെയ്യുന്നു. അതിന്റെ ഉപജീവനം, ആയുസ്, പ്രവൃത്തികൾ, അത് സൗഭാഗ്യവാനോ ദൗർഭാഗ്യവാനോ എന്ന്. അത് ബുഖാരി, മുസ്ലിം. എല്ലാം അല്ലാഹു തആലയാണ് അവന്റെ ഇഷ്ടം പോലെ സൃഷ്ടിക്കുന്നതും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പരിപാലിക്കുന്നതും എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ ഹദീസ്. അള്ളാഹു മലക്കുകളുടെ ലോകത്തും അവൻ ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഒന്നും നടക്കുകയില്ല എന്നതിന് ഏറ്റവും വലിയ ഒരു അറിവാണ് ഈ ഗർഭാശയത്തിലുള്ള മലക്കിന്റെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗർഭാശയത്തിൽ ബീജം രൂപം പ്രാപിക്കാൻ തുടങ്ങിയാൽ അവിടെ ഏൽപ്പിക്കപ്പെട്ട മലക്കിനെ അത് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അള്ളാഹുവിനോട് ചോദിച്ചു അറിയുക മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളത്. നിങ്ങൾ അവനെ ആണോ പെണ്ണോ ആയിട്ടാണോ സൃഷ്ടിക്കുന്നത്? അവൻ ദുരിതത്തിന്റെയോ സന്തോഷത്തിന്റെയോ ആളുകളുടെ കൂട്ടത്തിലായിരിക്കുമോ? പിന്നെ അവന്റെ ഉപജീവനത്തെ കുറിച്ചും ആയുഷിനെ കുറിച്ചും അവനോട് ചോദിക്കുന്നു. അതെല്ലാം അവന്റെ ഉമ്മയുടെ ഉദരത്തിൽ ആയിരിക്കുമ്പോൾ എഴുതിയതാണ്. ഇത് അള്ളാഹുവിൻ ശക്തിയുടെയും ശാശ്വതമായ അറിവിന്റെയും സൃഷ്ടികാര്യങ്ങളോടുള്ള അവന്റെ വിലമതിപ്പിന്റെയും സൂചനയാണ്. ഈ ലോകത്തെ കുറിച്ചും നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനും ഏകനുമായ ആ നാഥനെ കുറിച്ചും അന്വേഷിക്കുന്നതിൽ സൂക്ഷ്മത കാണിക്കണം. ഓരോരുത്തർക്കും അവനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയ്ക്ക് സൗകര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടുമുണ്ട്. സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നവൻ ഉൾക്കാഴ്ചയോടെ പ്രവർത്തിക്കുകയും അവൻ ആഗ്രഹിക്കുന്ന സൽക്കർമ്മങ്ങളും തിരഞ്ഞെടുക്കുന്ന പ്രവൃത്തികളും ചെയ്തുകൊണ്ടേയിരിക്കും. നരകത്തിലെ ആളുകളിൽ പെട്ടവൻ അവന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യും. തന്നിഷ്ടം അവനെ നരകത്തിലേക്ക് നയിക്കുന്ന കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളും അവന്റെ അനാദികാല ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ അധിഷ്ഠിതർ തന്നെയാണ്. നബി വചനങ്ങളിൽ പറഞ്ഞതുപോലെ ഗർഭാവസ്ഥയിൽ മലക്കിനെ നിയോഗിക്കുകയും മലക്ക് ഓരോ സന്ദർഭത്തിലും അള്ളാഹുവിനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും സന്ദർഭോചിതം ലഭിക്കുന്ന കൽപ്പനകൾ നടപ്പാക്കുകയും ചെയ്യും. ജനിച്ചതിനു ശേഷം മനുഷ്യന്റെ കൂടെ എല്ലാ സമയങ്ങളിലും മലക്കുകൾ ഉണ്ടാകുമെന്ന് ഹദീസിൽ കാണാം. അള്ളാഹു ഓരോ മനുഷ്യരിലും അവരവരുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ വച്ചു തന്നെ ഓരോരുത്തരുടെയും ബീജഗണത്തിന്റെ തുടക്കം മുതൽ അല്ലാഹു നിശ്ചയിച്ച മലക്കിന്റെ മേൽനോട്ടമുണ്ടായിരിക്കും. 4-ാം മാസത്തിൽ അല്ലാഹു നിശ്ചയിച്ച ഒരു മലക്ക് ആത്മാവ് ഊതുകയും ആ മനുഷ്യന്റെ എല്ലാം തന്നെ കണക്കാക്കിയിട്ടുമുണ്ടെന്നും അല്ലാഹു എല്ലാം സൃഷ്ടിച്ചത് മനുഷ്യർക്ക് വേണ്ടിയാണെന്നും ചിലരെല്ലാം ഖുർആൻ മുഖേനയും ചിലരെല്ലാം തിരുസുന്നത്ത് മുഖേനയും വിളംബരം ചെയ്യുന്നു. അവൻ സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളെയും അവൻ നന്നാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ സൃഷ്ടി കളിമണ്ണിൽ നിന്ന് അവൻ തുടങ്ങിയിരിക്കുന്നു. സൂറത്ത് സജദ 7. പിന്നീട് മനുഷ്യന്റെ സന്താനങ്ങളെ നിസ്സാരമായ ഒരു തരം വെള്ളമാകുന്ന സത്തിൽ നിന്നും അവൻ ഉണ്ടാക്കി. സൂറത്തു സജദ 8. പിന്നീട് അവൻ ആവശ്യമായ വിധം അല്ലാഹു രൂപം ശരിയാക്കുകയും
അവന്റെ വക റൂഹ് അഥവാ ജീവാത്മാവ് അവനിൽ ഊതുകയും ചെയ്തു. മനുഷ്യരെ, നിങ്ങൾക്കവൻ കാതുകളും കണ്ണുകളും ഹൃദയങ്ങളും ഉണ്ടാക്കി തന്നു. എന്നിട്ടും നിങ്ങൾ വളരെ കുറച്ചു മാത്രമേ നന്ദി കാണിക്കുന്നുള്ളൂ. സൂറത്തുൽ സജദ 9. ദൃശ്യവും അദൃശ്യവുമായ എല്ലാ കാര്യങ്ങളും അറിയുന്നവനാണ് അല്ലാഹു. അജിയ്യനും പരമകാരുണ്യകനുമാണ് അവൻ. അവൻ ലോകത്തെ സർവ്വതും സൃഷ്ടിച്ചു. അവൻ ഉദ്ദേശിക്കുന്ന സൃഷ്ടികൾക്ക് ഓരോന്നിനും അതിനനുസൃതമായ വായുവും വെള്ളവും ഭക്ഷണവും മറ്റും അപ്പോൾ സൃഷ്ടിച്ചും സംവിധാനിച്ചും ഓരോന്നിനെയും സൂക്ഷ്മതയിൽ പരിപാലിക്കുന്നു. സൃഷ്ടികൾക്ക് ഓരോന്നിനും അതിനനുസൃതമായ രൂപവും ആകൃതിയും നൽകി ഓരോന്നിനും അവൻ ഉദ്ദേശിക്കുന്നത് പോലെ ശക്തിപ്പെടുത്തുന്നു. ആദ്യ മനുഷ്യനായ ആദമിനെ അല്ലാഹു കളിമണ്ണ് കൊണ്ട് സൃഷ്ടിച്ചു. ആദമിന്റെ സന്താനങ്ങളെ ശുക്ലത്തിൽ നിന്നും, ശുക്ലം സസ്യങ്ങളിൽ നിന്നും, മാംസങ്ങളിൽ നിന്നും, സസ്യങ്ങൾ മണ്ണിൽ നിന്നും സൃഷ്ടിച്ചു. എന്നിട്ട് അവൻ ജീവാത്മാവ് നൽകി. കാണാൻ കണ്ണുകളും, കേൾക്കാൻ കാതുകളും, ചിന്തിക്കാൻ ഹൃദയവും, സംസാരിക്കാൻ നാവും, നടക്കാൻ ആവശ്യമായ കാലുകളും, ജോലി ചെയ്യാനും മറ്റു ആവശ്യാർത്ഥം കൈകളും നൽകി. മനുഷ്യരെ നാം ഏറ്റവും സുന്ദരമായ രൂപത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു. സൂറത്തു 4. അവൻ മനുഷ്യനെ സൃഷ്ടിച്ചു, അവന് സംസാരം പഠിപ്പിച്ചു. സൂറത്തു റഹ്മാൻ 3-4. അവൻ പേര് കൊണ്ട് പഠിപ്പിച്ചവനാണ്. മനുഷ്യനെ അവൻ പഠിപ്പിച്ചു, അവൻ അറിയാത്ത കാര്യങ്ങൾ. സൂറത്തുൽ അലഖ് 4-5. ഇനി നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിസ്മയഭരിതമായ ആത്മീയ രാസയൗകികം എത്രത്തോളം മനുഷ്യരിൽ സ്വാധീനം ചെലുത്തി എന്നതിന്റെ നമ്മളെ പരിശോധനയും ഒപ്പം നടക്കേണ്ടതുണ്ടല്ലോ. ഇനി പ്രസവിച്ചു വീണ കുഞ്ഞിൽ നിന്ന് തുടങ്ങാം. അല്ലാഹു അടിമകൾക്ക് മാർഗദർശനം നൽകാൻ ഈ ലോകത്ത് 313 മുർസലുകളും 1,24,000-ൽ പരം പ്രവാചകന്മാരെയും നിയോഗിച്ചയച്ചു. മുൻകാലങ്ങളിൽ കുഞ്ഞുങ്ങൾ പിറന്നാൽ ആ കാലത്തെ റസൂൽ ആരാണോ അവരുടെ പേര് ചേർത്ത് പറഞ്ഞുകൊണ്ടുള്ള ഷഹാദത്ത് കലിമ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഓതിക്കൊടുത്തിട്ടുണ്ടാവാം. കൂടുതൽ അറിവ് അള്ളാഹുവിന് മാത്രം. ഇസ്ലാമിലെ നബിയും റസൂലും അഥവാ പ്രവാചകനും ദൂതനും തമ്മിലുള്ള വ്യത്യാസം അള്ളാഹുവിന്റെ ദൂതനെ ഒരു സന്ദേശവും പുതിയ നിയമവുമായി അയച്ചതാണ്. അതേസമയം അള്ളാഹുവിൽ നിന്നുള്ള വഹയി അഥവാ വെളിപാട് വന്നവരാണ് പ്രവാചകന്മാർ. അല്ലാഹു തന്റെ ദൂതന്മാർക്ക് മുമ്പ് വെളിപ്പെടുത്തിയ നിയമങ്ങൾ സ്വന്തം ജീവിതത്തിലും സമൂഹത്തിലും നടപ്പാക്കുകയും അതനുസരിച്ച് ജീവിക്കുന്നതിലേക്ക് ആളുകളെ ക്ഷണിക്കുകയുമാണ് അവരുടെ ഉത്തരവാദിത്വം. ഇസ്ലാമിൽ ബാങ്ക് ഇന്ന് കാണുന്ന രൂപത്തിൽ തുടങ്ങിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റയുടെ ശേഷമാണ്. മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ കാലങ്ങളിൽ ബാങ്ക് ഉള്ളതായി കാണുന്നില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശപ്രകാരം വിശ്വാസികൾക്ക് കുഞ്ഞുങ്ങൾ പിറന്നാൽ അവരുടെ വലതു ചെവിയിൽ ബാങ്കും ഇടതു ചെവിയിൽ ഇഖാമത്തും കൊടുക്കാൻ നിർദ്ദേശമുണ്ടായി. ഈ ഒരു മാതൃക മുമ്പ് കഴിഞ്ഞ നബിമാരുടെ കാലത്തും ഉണ്ടാകാൻ ഇടയുണ്ട്. ആ കാലത്തുള്ള റസൂൽ ആരാണോ അവരുടെ പേര് ചേർത്ത് പറഞ്ഞുകൊണ്ടുള്ള ഷഹാദത്ത് കലിമ കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ഓതി കൊടുത്തിട്ടുണ്ടാവാം. മനുഷ്യ ഉൽപ്പത്തി മുതൽ അള്ളാഹുവിനും അതാത് കാലഘട്ടത്തിലെ അവന്റെ റസൂലിലും വിശ്വസിക്കാത്തവരെ വിഗ്രഹാരാധകരായും യഹൂദിയായും ക്രിസ്ത്യാനിയായും മജൂസിയുമായും അതുമല്ലെങ്കിൽ ചിലർ ഈ ലോകത്തിന് ഒരു ദൈവമേ ഇല്ലെന്നു വിശ്വാസമില്ലാത്തവരായും മാറുന്നു. മനുഷ്യരെ അല്ലാഹു ആദരിച്ചതിന്റെ അടയാളമാണ് അവരുടെ സേവനത്തിനും കാവലിനുമായി അതിശക്തരും സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരുമായ മലക്കുകളെ തന്നെ അല്ലാഹു നിയോഗിച്ചത്. ഖുർആനിൽ മലക്കുകളെ സംബന്ധിച്ചും അവരുടെ ദൗത്യങ്ങളെ സംബന്ധിച്ചും ഒട്ടേറെ ആയത്തുകളുണ്ട്. മലക്കുകളുടെ പ്രധാന ദൗത്യം മനസ്സിലാക്കിയ ശേഷം അവ നമുക്ക് വഴിയെ പരിശോധിക്കാം.
മനുഷ്യന്റെ ഉറക്കത്തിലും അവനെ ജിന്നുകളിൽ നിന്നും മറ്റു മനുഷ്യരിൽ നിന്നും കീടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ ഒരു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. ഇത് ഇല്ലാതെ ഒരു ദാസനുമില്ല. അവൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അള്ളാഹു അനുവദിക്കുകയും അത് അവന് സംഭവിക്കാൻ നിശ്ചയിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും ഒഴികെ അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ ഭൂമിയിൽ നടപ്പാക്കുന്നവരാണ് മലക്കുകൾ. അവരിൽ കാലിന്റെയും ദൈവിക സേനയുടെയും ചുമതല ജിബിരീലിനാണ്. മഴയുടെയും സസ്യങ്ങളുടെയും ചുമതല മീകായിലിനാണ്. മരണത്തിന്റെ മലക്ക് അസ്റായീൽ അലൈഹിസ്സലാം ആത്മാക്കളുടെ ചുമതല വഹിക്കുന്നു. ഇസ്രാഫീൽ അലൈഹിസ്സലാം ദൈവവിധികൾ മനുഷ്യരിൽ നടപ്പാക്കുന്നു. അടിമകളുടെ പ്രവൃത്തികൾ നന്മയോ തിന്മയോ ആകട്ടെ അവ സംരക്ഷിക്കാനും എഴുതാനും ബലമേൽപ്പിച്ചിട്ടുള്ളവരാണ് മലക്കുകൾ. റഖീബ് മനുഷ്യരുടെ നല്ല പ്രവൃത്തികൾ രേഖപ്പെടുത്താൻ അവരുടെ വലതു തോളിൽ ഇരിക്കുന്നു. അതീത് മനുഷ്യരുടെ ഇടതു തോളിൽ ഇരുന്നു അവരുടെ ദുഷ്പ്രവൃത്തികൾ രേഖപ്പെടുത്തുന്നു. ഇറാമൻ കാത്തിരീൻ, ശ്രേഷ്ഠന്മാരായ എഴുത്തുകാർ എന്ന് ഇവർ അറിയപ്പെടുന്നു. സൂറത്ത് ഇൻഫിത്താർ 11. നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതും ഭൗതിക ശാസ്ത്രത്തിന്റെ ഇടുങ്ങിയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തെളിയിക്കാൻ കഴിയാത്തതുമായ മനുഷ്യ ലോകത്തിന്റെ ഭാഗമാണ് മലക്കുകൾ. മലക്കുകളുടെ ദർശനം അല്ലാഹു അനുവദിക്കുകയും പ്രാപ്തമാക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ ഒരാൾക്കും അവരെ കാണാൻ കഴിയില്ല. വൈദിയായ കാര്യങ്ങളിൽ പെട്ടതാണ് മലക്കുകളുടെയും ജിന്നുകളുടെയും അസ്തിത്വം. വിശുദ്ധ വേദമായ ഖുർആനിൽ അല്ലാഹു മലക്കുകളുടെ രൂപവും വിശേഷണങ്ങളും സവിശേഷതകളും ഉത്തരവാദിത്തങ്ങളും ചുരുങ്ങിയ വാക്കുകൾ വിവരിക്കുന്നു. മലക്കുകൾ എപ്പോൾ സൃഷ്ടിക്കപ്പെട്ടുവെന്ന് അല്ലാഹു കൃത്യമായ അറിവ് നമ്മൾക്ക് നൽകിയിട്ടില്ല. എന്നാൽ അവർ മനുഷ്യർക്ക് മുമ്പുള്ളവരാണ്. മലക്കുകളെ സൃഷ്ടിക്കുന്നത് ശുദ്ധമായ പ്രകാശത്തിൽ നിന്നാണ്. അറബിയിൽ 100 എന്നാണ് പറയുക. മലക്കുകൾ പൊതുവെ മനുഷ്യരെക്കാൾ ശക്തരും പ്രകാശത്തിന്റെയും എത്രയോ ഇരട്ടി വേഗതയിൽ സഞ്ചരിക്കുന്നവരുമാണ്. മനുഷ്യർക്ക് ഇല്ലാത്ത ചില പ്രത്യേകതകളും കഴിവുകളും മലക്കുകൾക്കുണ്ട്. ഇബാദുൽ മുകറമൂൻ, ആദരണീയരായ ദാസന്മാർ എന്നാണ് അല്ലാഹു മലക്കുകളെ വിശേഷിപ്പിക്കുന്നത്. പൊതുവെ മലക്കുകളിലുള്ള വിശ്വാസം ഇസ്ലാമിന്റെ പ്രധാന തത്വങ്ങളിൽ ഒന്നാണ്. കാരണം ഇത് വിശ്വാസത്തിന്റെ 6 കാര്യങ്ങളിൽ പെട്ടതാണ്. ഇനിയും ചില വിഭാഗം മലക്കുകൾ മനുഷ്യരെ കാത്തു സംരക്ഷിക്കുന്നവരും അവരുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തി വെക്കുന്നവരും മറ്റുമായുണ്ട്. അവരിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ടവരും ഉൾപ്പെടുന്നു. അവർ മുൻകറും നകീറും അലൈഹിസ്സലാം ആണ്. നമ്മുടെ ഇടയിൽ മാറി മാറി വരുന്ന മലക്കുകളും രാത്രിയിൽ വരുന്ന മലക്കുകളും പകൽ വരുന്ന മലക്കുകളും അക്കൂട്ടത്തിലുണ്ട്. അല്ലാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകൾ തേടി ചുറ്റി നടക്കുന്ന സഞ്ചാരികളായ മലക്കുകളും അവരിൽ ഉൾപ്പെടുന്നു. ദാസന്റെ ഉണർവിലും ഉറക്കത്തിലും അവന്റെ എല്ലാ സാഹചര്യങ്ങളിലും അവന്റെ സംരക്ഷണം ബലമേൽപ്പിക്കപ്പെട്ടവരും അക്കൂട്ടത്തിലുണ്ട്. സൂറത്തുൽ ഖദറിൽ പറയുന്ന ലൈലത്തുൽ ഖദറിന്റെ പരാമർശത്തിൽ മലക്കുകളും റൂഹും അഥവാ പരിശുദ്ധാത്മാവ് ഇറങ്ങും എന്ന് പറഞ്ഞെടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിനെയാണ് റൂഹ് അഥവാ പരിശുദ്ധാത്മാവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് വ്യക്തമായി ഖുർആൻ തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠൻ ജിബ്രീൽ അലൈഹിസ്സലാം ആണ് റൂഹ് അഥവാ പരിശുദ്ധാത്മാവ്. എന്നാൽ ജിബ്രീൽ അലൈഹിസ്സലാം തന്നെയാണ് മറ്റു മലക്കുകളെക്കാൾ അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയാണ് ഇവിടെ പ്രത്യേകം എടുത്തു പറയാൻ കാരണം. എല്ലാ മലക്കുകളും ചേർന്നാൽ ഒരു തുലാസിൽ ഒരു തട്ടും ജിബ്രീൽ അലൈഹിസ്സലാം മറ്റേ തട്ടും എന്ന പ്രധാനത്തോടെയാണ് അള്ളാഹുവിന്റെ പരാമർശമെന്നും കരുതാം. ആരെങ്കിലും അള്ളാഹുവിന്റെയും അവന്റെ മലക്കുകളുടെയും അവന്റെ ദൂതന്മാരുടെയും ജിബ്രീലിന്റെയും മീകായിലിന്റെയും ശത്രുവായാൽ നിശ്ചയമായും അള്ളാഹു അത്തരം നിഷേധികളുടെ ശത്രുവാകുന്നു. സൂറത്തുൽ ബഖറ 98. പാപമുക്തരായ മലക്കുകൾക്കും ശത്രുക്കൾ ഇല്ലാതില്ല. പിശാചുക്കൾ മുഴുവൻ മലക്കുകളുടെ ശത്രുക്കളാണ്.
മനുഷ്യരിലും മലക്കുകൾക്കും കുറെ ശത്രുക്കളുണ്ട്. പ്രവാചകരോട് ജൂതന്മാർക്കുള്ള ദുഷിച്ച ചിന്താഗതിയുടെയും മലക്കുകളിൽ ചിലരോടുള്ള ശത്രുതയുടെയും ഒരു ഉദാഹരണമാണ് ഈ ചുക്തത്തിൽ വിവരിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ എത്തിച്ചു കൊടുക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനെ തങ്ങളുടെ ശത്രുവായാണ് ജൂതന്മാർ കണക്കാക്കിയിരുന്നത്. തങ്ങളുടെ രഹസ്യങ്ങളെയും ഗൂഢപ്രവർത്തനങ്ങളെയും കുറിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിവ് കൊടുക്കുന്നത് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ആണല്ലോ. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ജിബ്രീൽ അലൈഹിസ്സലാമിനെയും ഞങ്ങൾ വിശ്വസിക്കുകയില്ല. ഇതായിരുന്നു ജൂതന്മാരുടെ നിലപാട്. അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ചാണ് ജിബ്രീൽ അലൈഹിസ്സലാം വഹി കൊണ്ടുവരുന്നത്. ഖുർആനാകട്ടെ പൂർവ്വവേദങ്ങളെ ശരിവെക്കുന്നതുമാണ്. ജിബ്രീൽ അലൈഹിസ്സലാമിനോടുള്ള അടിസ്ഥാനരഹിതമായ ശത്രുതയുടെ പേരിൽ ഖുർആൻ സ്വീകരിക്കാൻ വിസമ്മതിക്കുന്നവർ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെയും അവന്റെ ദൂതന്മാരെയും മലക്കുകളെയും നിഷേധിക്കുകയാണ് ചെയ്യുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്നുള്ള ദിവ്യ വെളിപ്പാടുകൾ അള്ളാഹു ദൂതന്മാരായി തെരഞ്ഞെടുത്തവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. മീകായിൽ അലൈഹിസ്സലാം മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനും മഴ പെയ്യിപ്പിക്കാനും വിളകൾക്കും കൃഷികൾക്കും മറ്റും മേൽനോട്ടം വഹിക്കാനും ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ മനുഷ്യരുടെ മേൽ സൂക്ഷ്മ വീക്ഷണം നടത്തുന്ന മലക്കുകളിൽ ചിലരുണ്ട്. ആദരണീയരും എഴുതി വെക്കുന്നവരുമായവർ. സൂറത്തുൽ ഇൻഫിത്താർ 10:11. അവന് മനുഷ്യന് തന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും പിന്തുടരുന്നവർ മലക്കുകൾ ഉണ്ട്. അള്ളാഹുവിന്റെ കൽപ്പനയനുസരിച്ച് അവർ മലക്കുകൾ അവനെ കാത്തുരക്ഷിക്കുന്നു. സൂറത്തുൽ റഹ്ദ് 11. ഹൃദയമുള്ളവന് അല്ലെങ്കിൽ ഹൃദയ സാന്നിധ്യമുള്ളവനായിക്കൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കുന്നവന് അതിൽ അഥവാ മേൽ പറഞ്ഞതിലെല്ലാം വലിയ പാഠമുണ്ട്. സൂറത്തു ഖാഫ് 37. എന്നാൽ ആത്മാവ് അഥവാ റൂഹ് ബാഹ്യമായ നേത്രങ്ങൾ കൊണ്ട് കാണുക സാധ്യമല്ല. ദേഹം ഭൗതിക ജലമാണ്. ദേഹത്തിൽ റൂഹ് നടത്തിക്കൊണ്ടിരിക്കുന്ന ചൈതന്യങ്ങൾ കൊണ്ട് മാത്രമാണ് കാഴ്ച, കേൾവി, സംസാരം, ഭക്ഷണ പദാർത്ഥങ്ങൾ രുചിക്കാനുള്ള കഴിവ്, ചിന്തിക്കാനുള്ള ബുദ്ധി തുടങ്ങിയ പഞ്ചേന്ദ്രിയങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. ഹൃദയം മാംസഖണ്ഡം മാത്രമാണ്. അത് അത്ര അനർഘമായ ഒരു വസ്തുവല്ല. അത് മനുഷ്യർക്കും മറ്റു മൃഗങ്ങൾക്കുമുണ്ട്. അതിനെ ബാഹ്യമായ ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കും. എന്നാൽ ഹൃദയത്തിന്റെ യാഥാർത്ഥ്യം ബാഹ്യമായ ലോകവീക്ഷണത്തിൽ ഉൾപ്പെടുന്നില്ല. ഇവിടെ അതൊരു പതിയനായ വിദേശിയും ഒരു ശുചിതമായ മേൽപ്പറഞ്ഞ മാംസഖണ്ഡം അതിന്റെ വാഹനവുമാകുന്നു. ജലത്തിന്റെ മറ്റുള്ള സർവ അവയവങ്ങളും അതിന്റെ ശൈലങ്ങളും ഹൃദയം ഭരണാധികാരിയുമാകുന്നു. ഹൃദയ ശരീരത്തിന്റെ ഭരണാധികാരിയായി നാവിനോട് കൽപ്പിക്കുമ്പോൾ അത് സംസാരിക്കുന്നു. കൈകളോട് കൽപ്പിക്കുമ്പോൾ അത് പ്രവർത്തിക്കുന്നു. കാലിനോട് കൽപ്പിക്കുമ്പോൾ അത് നടക്കുന്നു. കണ്ണിനോട് കൽപ്പിക്കുമ്പോൾ അത് നോക്കുന്നു. ചിന്താശക്തിയോട് കൽപ്പിക്കുമ്പോൾ അത് ചിന്തിക്കുന്നു. അഖില ലോക സൃഷ്ടാവും സംരക്ഷകരും സൃഷ്ടികളെ ഓരോന്നിനെയും അവന്റെ നിശ്ചയമനുസരിച്ച് സൂക്ഷ്മതയിൽ പരിപാലിക്കുന്ന ശക്തിയുടയവനായ അള്ളാഹുവിനെ അറിയുകയും അവനെ ദർശിക്കുകയുമാണ് അതിന്റെ ലക്ഷ്യം. ആയതിനാൽ അതിനോടാണ് അള്ളാഹു അഭിസംബോധന ചെയ്തിരിക്കുന്നത്. ശിക്ഷ, പ്രതിഫലം, ഭാഗ്യം, നിർഭാഗ്യം എന്നിവയെല്ലാം അതിനാണ് ലഭ്യമാകുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം ശരീരവും അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട്. ആത്മാവ് ഇതിന്റെ എല്ലാം കാലശക്തിയായി വർത്തിക്കുന്നു. അതിന്റെ യാഥാർത്ഥ്യങ്ങളെയും ഗുണങ്ങളെയും സംബന്ധിച്ച് അറിയുക അള്ളാഹുവിനെ അറിയേണ്ടത് പോലെ അറിയുന്നതിനുള്ള ഒരു മാർഗമാണ്. തീർച്ചയായും നിങ്ങളുടെ മേൽ സൂക്ഷ്മ വീക്ഷണം നടത്തുന്ന മാന്യരും എഴുതി വെക്കുന്നവരുമായ ചിലരുണ്ട്. സൂറത്തുൽ ഇൻഫിത്താർ 10:11. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അവർ അറിയുന്നുണ്ട്. സൂറത്തുൽ ഇൻഫിത്താർ 12. മനുഷ്യനെ അതിവിദഗ്ധമായ തരത്തിൽ സൃഷ്ടിക്കുകയും ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച് അവന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്തവനാണ് അള്ളാഹു.
എന്നിട്ട് ആ സൃഷ്ടാവിനോട് മനുഷ്യൻ നന്ദികേട് കാണിക്കുന്നു. അങ്ങനെ വേണ്ട, പക്ഷേ പ്രതിഫലം നൽകപ്പെടുന്ന ദിവസത്തെ നിങ്ങൾ നിഷേധിക്കുന്നു. സൂറത്തുൽ ഇൻഫിത്താർ 9. അവന്റെ വചനങ്ങളെയും അവനെ തന്നെയും നിഷേധിക്കുകയും ചെയ്യുന്നു. ഇത്രയും വലിയ ധിക്കാരത്തിലേക്കും വഞ്ചനയിലേക്കും അവന് നയിച്ചത് എന്താണെന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. ഇഹലോകത്തിൽ അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്നവർക്ക് അതിനനുസൃതമായ പ്രതിഫലവും അള്ളാഹുവിനെയും അവന്റെ നിയമവിധി വ്യവസ്ഥകളെയും ഗവനിക്കാതെ ധിക്കരിച്ചു ജീവിക്കുന്നവർക്ക് അതിനനുസൃതമായ ശിക്ഷയും വിധിക്കുന്ന പ്രതിഫല ദിനത്തെ പോലും നിഷേധിക്കാനുള്ള ധാർഷ്ട്യം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായി? നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു അറിയുകയില്ലെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ അല്ലാഹു മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അവർ മാന്യന്മാരാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവർ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുമുണ്ട്. ആ രേഖ അനുസരിച്ച് നിങ്ങൾക്കെതിരെ അല്ലാഹു ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. മരണത്തെ കുറിച്ചും മരണശേഷമുണ്ടാവുന്ന മനസ്സത്തി ജീവിതത്തെ കുറിച്ചും അന്ത്യനാളിൽ അഥവാ പുനരുദ്ധാന നാളിൽ അള്ളാഹു ഖുർആൻ മുഖേനയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങൾ മുഖേനയും വിളംബരം ചെയ്തത് ഉൾക്കൊണ്ട് ചിന്തിക്കുകയും അതിനനുസൃതമായി തന്നെ ശാശ്വതമല്ലാത്ത ഇഹലോകത്തെ ഏതാനും നിമിഷങ്ങളോ മണിക്കൂറുകളോ മാസങ്ങളോ വർഷങ്ങളോ മാത്രം ജീവിതം നയിക്കുന്ന ഓരോ വിശ്വാസിയും ശാശ്വതമായ പരലോക ജീവിതത്തിലേക്ക് ഏത് നിമിഷവും പോകേണ്ടവരാണെന്ന ഓർമ്മയോടെ വേണം സിയാറത്ത് യാത്രയ്ക്ക് പോവാൻ. നമ്മുടെ പ്രവാചകന്മാർ, സ്വഹാബികൾ, ഇമാമുമാർ, സുഹദാക്കൾ, ഔലിയാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, അവരുടെയും നമ്മുടെയും ബന്ധുമിത്രാദികൾ എന്നിവരുടെ അന്ത്യവിശ്രമസ്ഥലം സിയാറത്ത് ചെയ്യാറുണ്ട്. അവരുടെയും നമ്മുടെയും പരലോക വിജയത്തിനു വേണ്ടി ദുആ ചെയ്യാനും നമ്മുടെ പരലോകത്തെ കുറിച്ച് ഓർമ്മിച്ച് അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ അനുസരിച്ചു സൂക്ഷ്മതയോടെ ജീവിതം നയിക്കാൻ വേണ്ടി മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അനുവദനീയമായ ഈ സിയാറത്ത് നിശ്ചയിച്ചു നൽകിയത്. എന്നാൽ ഇത് സമുദായത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും പ്രവാചകർക്ക് നൽകിയ ഖുർആനിക നിയമവിധി വ്യവസ്ഥകളെയും അനുസരിച്ചും ഹറാമും ഹലാലും ഗൗനിച്ചും അന്ത്യനാളിനെ അഥവാ പുനരുദ്ധാന നാളിനെ ഭയപ്പെട്ടും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് വായ കൊണ്ട് പറയുന്ന വലിയൊരു വിഭാഗം പണ്ഡിതന്മാരും അറിവ് കുറവുള്ള ഈമാൻ ദാഹികളായ പുരുഷന്മാരും സ്ത്രീകളും ദീനിന്റെ നിയമവിധി വ്യവസ്ഥകൾ ചിലതെല്ലാം അനുസരിച്ചും ചിലതെല്ലാം അനുസരിക്കാതെയും ഹറാമും ഹലാലും ഗൗനിക്കാതെയും ഹദീസ പോലുള്ളവയിൽ ഇടകലർന്ന് ജീവിതം നയിക്കുമ്പോൾ അള്ളാഹുവിന്റെ സന്മാർഗ പാതയിലേക്ക് മടങ്ങാൻ വേണ്ടി അള്ളാഹു ആ സമുദായത്തെ പലവിധ കഷ്ടങ്ങളും നഷ്ടങ്ങളും പരാജയങ്ങളും രോഗങ്ങളും ദാരിദ്ര്യവും കൊണ്ടും ചിലർക്ക് ധാരാളം കടങ്ങൾ കൊണ്ടും മറ്റു ചിലർക്ക് പരീക്ഷണാർത്ഥം അള്ളാഹു തൃപ്തിപ്പെടാത്ത പലിശ പോലുള്ളവയിൽ നിന്നും മറ്റുമുള്ള സമ്പാദ്യങ്ങൾ വർധനവും നൽകിക്കൊണ്ടും ഓരോരുത്തരിലും അള്ളാഹു നിശ്ചയിച്ച പല വിധേനയും പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിക്കൊണ്ടേയിരിക്കും. എന്നാൽ അള്ളാഹു നൽകുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്ന് അവൻ തൃപ്തിപ്പെടുന്ന രക്ഷ നൽകാനായി അള്ളാഹുവിനും അവന്റെ പ്രവാചകരിലും പ്രവാചകർക്ക് നൽകിയ ഖുർആനിലും വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അള്ളാഹുവിനെ കുറിച്ചും അവന്റെ പ്രവാചകരെ കുറിച്ചും പ്രവാചകർക്ക് നൽകിയ ഖുർആനിക നിയമവിധി വ്യവസ്ഥകളെ കുറിച്ചും സൂക്ഷ്മതയിൽ മനസ്സിലാക്കാനും അതിനനുസൃതമായി തന്റെ ജീവിതം നയിക്കാനും പരിശ്രമിക്കുക. തീർച്ചയായും അള്ളാഹുവിലേക്ക് ആത്മാർത്ഥതയോട് പശ്ചാത്താപിച്ച് മടങ്ങുകയും അവന്റെ നിയമവിധി വ്യവസ്ഥകൾക്ക് അനുസൃതമായി ജീവിക്കാൻ ആര് പരിശ്രമിക്കുന്നുവോ അവർ വിജയിക്കുക തന്നെ ചെയ്യും. മരണാന്തരം നാമുമായി കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുകയും
ഐഹിക ജീവിതം കൊണ്ട് നിർബന്ധിപ്പെടുകയും അതിൽ മനസ്സ് സമാധാനത്തോടെ ഇരിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് അസന്നരാവുകയും ചെയ്തവരാരോ അവർക്ക് തങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രതിഫലമായി ലഭിക്കുന്ന സങ്കേതം നരകം തന്നെയാണ്. സൂറത്ത് യൂനുസ് 7-8. മരണാന്തരം അല്ലാഹുവിലേക്കാണ് മനുഷ്യരെല്ലാവരും മടക്കപ്പെടുക എന്ന് സൂറത്ത് യൂനുസ് 4-ാം വാക്യം വ്യക്തമാക്കുകയുണ്ടായി. എന്നാൽ മരണാന്തരം ഒരു ജീവിതം ഉണ്ടെന്ന് യാഥാർത്ഥ്യം പലരും അംഗീകരിക്കുന്നില്ല. ഐഹിക ജീവിതം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും അത് തന്നെ മതിയെന്ന് കരുതുകയും ചെയ്യുന്നു. അവർ ഐഹിക ജീവിതത്തിലെ സുഖസൗകര്യങ്ങളിൽ അവർ മനസ്സമാധാനം കണ്ടെത്തുകയും ചെയ്യുന്നു. അല്ലാഹു നിരത്തി വെക്കുന്ന ദൃഷ്ടാന്തങ്ങൾ പരിഗണിക്കാൻ പോലും അവർ തയ്യാറാകുന്നില്ല. ഈ വിഭാഗത്തിന് പരലോകത്തെ ശാശ്വതമായ നരകശിക്ഷയാണ് ലഭിക്കുക. അത് അവർ ശരിക്കും അർഹിക്കുന്നതാണ്. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും സത്യവിശ്വാസികളെ സന്തോഷവാർത്ത അറിയിക്കാനും വേണ്ടി പ്രവാചകർക്ക് സന്ദേശം നൽകുന്നത് അല്ലാഹുവാണ്. അവൻ ഈ പ്രപഞ്ചമഖിലത്തിന്റെയും അധിപനാണ്. പ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ചതും സംരക്ഷിക്കുന്നതും അവനാണ്. അല്ലാഹുവിന്റെ സിംഹാസനമായ അർശിൽ ആധിപത്യം പുലർത്തുന്ന അല്ലാഹുവിന്റെ മക്കൾ ശുപാർശ പറയാൻ പോലും അവന്റെ അനുവാദം കൂടാതെ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് അവൻ ആരാധിക്കുകയും അനുസരിക്കുകയും ചെയ്യാൻ അടിമകൾ ബാധ്യസ്ഥരാണ്. അല്ലാഹുവിന്റെ ഇതത്തോട് അല്ലാതെ ആർക്കും ഒരു വിപത്തും സംഭവിക്കുകയില്ല. അല്ലാഹുവിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തെ അവൻ വഴികാട്ടും. എല്ലാ കാര്യങ്ങളെ കുറിച്ചും കൃത്യമായി അല്ലാഹുവിന് അറിയാം. സൂറത്തു തകാബൂൻ 11. അല്ലാഹുവിന്റെ ഇതത്തോടെ അല്ലാതെ അവന്റെ കൽപ്പനയോടെ അല്ലാതെ അഥവാ അവന്റെ വിധി നിശ്ചയങ്ങളോടെ അല്ലാതെ ആർക്കും ഒരു നന്മയും ഒരു വിപത്തും സംഭവിക്കുകയില്ല. വിപത്തുകൾ സത്യവിശ്വാസിയുടെ ഹൃദയത്തിൽ അല്ലാഹു നേർവഴി കാണിച്ചു കൊടുക്കും. മരണം, രോഗം, ദാരിദ്ര്യം, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ, വരൾച്ചകൾ അതുപോലെ തുടങ്ങിയ ഘട്ടങ്ങളിലും അങ്ങനെ ആ ഹൃദയം അവയെ കുറിച്ച് തിരിച്ചറിയും. ഇതെല്ലാം അല്ലാഹുവിന്റെ വിധിയാണ്. താൻ അത് നേരിടേണ്ടിയിരിക്കുന്നു. അതിന് അല്ലാഹുവിനോട് തന്നെ പ്രാർത്ഥിക്കണം എന്ന് വിശ്വാസി തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കുന്നു. ഒരു ആപത്ത് പിടികൂടുമ്പോൾ അവർ പറയും, തീർച്ചയായും ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, തീർച്ചയായും അവന്റെ അടുത്തേക്ക് നാം മടങ്ങുന്നവരുമാണ്. സൂറത്തുൽ ബഖറ 156. അല്ലാഹുവിൽ വിശ്വസിച്ചവരായാലും അല്ലാഹുവിൽ വിശ്വസിക്കാത്തവരായാലും ചെറുതും വലുതുമായ ഓരോ നന്മയും ഓരോ വിപത്തും അല്ലാഹു അറിയാതെ ലോകത്ത് ആർക്കും ഒന്നും സംഭവിക്കുകയില്ല. ഇതാണ് അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും അഥവാ പുനരുദ്ധാന ദിനത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെയും വിശ്വാസം. അല്ലാഹു തിരുപ്പതിപ്പെടാത്ത കണക്ക് നോക്കലിനും ഇന്ന് ആദിറാത്തുകളും തകിടും കൂടും കുപ്പിയും ഉൾപ്പെടെയുള്ളവ കൊണ്ട് ചെയ്യുന്ന മന്ത്രവാദങ്ങൾക്കും അല്ലാഹുവിൽ വിശ്വസിക്കുന്നവർ പോവുകയില്ല. അല്ലാഹുവിന്റെ തിരുപ്പതി കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടെ ജീവിതം നയിക്കുന്ന അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന മക്ബറകളിൽ സിയാറത്തിന് പോകുന്നത് ബലമായ സുന്നത്താണ്. അവരുടെയും നമ്മുടെയും പരലോക വിജയത്തിനു വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക മാത്രമാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത്. നമ്മുടെ ഇഹലോകത്തിന്റെ കാര്യങ്ങളും പരലോകത്തിന്റെ കാര്യങ്ങളും മറവിട്ട് കിടക്കുന്ന മഹാന്മാരുടെ മക്ബറയിൽ പോയി ഏൽപ്പിച്ചു എന്നൊന്നും യഥാർത്ഥ സത്യവിശ്വാസികൾ പറയുകയില്ല. അത് അല്ലാഹു തിരുപ്പതിപ്പെടാത്ത കാര്യങ്ങളാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ പ്രവാചകരനുസരിച്ചും അന്ത്യദിനത്തെ അഥവാ പ്രതിഫല ദിനത്തെ ഭയപ്പെട്ടും ജീവിതം നയിക്കുന്നവർ അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുന്നവരും എല്ലായ്പ്പോഴും അല്ലാഹുവിലേക്ക് പശ്ചാത്താപിക്കുന്നവരും അവനിൽ അഭയം തേടുന്നവരുമാണ് അവർ. അവർക്ക് തങ്ങളുടെ നാഥന്റെ പക്കൽ നിന്ന് അനുഗ്രഹങ്ങളും കാരുണ്യവും ഉണ്ടാകുന്നതാണ്. അവരാകുന്നു സന്മാർഗം പ്രാപിച്ചവരും. സൂറത്തുൽ ബഖറ 157. ഓരോ മനുഷ്യരിലും സംഭവിക്കുന്ന അനിഷ്ടകരമായ ചെറുതോ വലുതോ ആയ ഏതൊരു സംഭവവും അല്ലാഹു നിശ്ചയിച്ചതു പ്രകാരം മാത്രമേ നടക്കുകയുള്ളൂ. അതിന് നമ്മൾ സാധാരണ ഭാഷയിൽ അല്ലാഹുവിന്റെ ഖദാ എന്ന് പറയും. അതിന്റെ മാറ്റം വരുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല.
പിന്നെ എവിടെയാണ് അള്ളാഹുവിലും അവന്റെ പ്രവാചകന്മാരിലും പുനരുദ്ധാന ദിനത്തിലും വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിക്കും, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത അവിശ്വാസിക്കും, ഓരോ മനുഷ്യർക്കും ജീവിതത്തിന്റെ എല്ലാ നിമിഷത്തിലും അള്ളാഹു പ്രത്യേകമായി കാവലിനു വേണ്ടി നിശ്ചയിച്ച മലക്കുകൾ അല്ലാത്ത മറ്റു ഏത് ശക്തിയുടെ സംരക്ഷണമാണ് ഉണ്ടാവുക? പണ്ഡിതന്മാരെ ചിന്തിക്കുക. എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ക്ഷമ കൈകൊള്ളുകയും സത്യവിശ്വാസം മുറുകെ പിടിക്കുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ കാരുണ്യവും അനുഗ്രഹങ്ങളും അവരുടെ മേൽ സദാ വർഷിച്ചുകൊണ്ടിരിക്കും. ഇത്തരം ആളുകളാണ് സന്മാർഗം പ്രാപിച്ചവർ. ഓരോരുത്തരും നമ്മുടെ സൃഷ്ടാവും സംരക്ഷകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയുമായ അല്ലാഹുവിനെയും അവന്റെ പ്രവാചകരെയും അവന്റെ ഖുർആനിക നിയമവിധി വ്യവസ്ഥകളെയും അവയിൽ ചിലതെല്ലാം അനുസരിച്ചും ചിലതെല്ലാം അനുസരിക്കാതെയും ഹറാമും ഹലാലും കവലിക്കാതെയും അള്ളാഹുവിനെ ധിക്കരിച്ചു ജീവിതം നയിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന ചെറുതും വലുതുമായ എല്ലാ പരീക്ഷണങ്ങളിലും വിജയിക്കാനും പരലോകത്ത് എന്നേക്കുമായി വിജയം വരിക്കാനും ഓരോരുത്തരുടെയും ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും എല്ലാ ആവശ്യങ്ങൾക്കും അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും അനുസരിച്ചും ഹലാലും ഹറാമും സൂക്ഷിച്ചും അള്ളാഹുവിന്റെ ഖുർആനിക നിയമവിധി വ്യവസ്ഥകൾ അനുസരിച്ചും സൂക്ഷ്മതയിൽ ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാവണം. എന്നാൽ മാത്രമേ അള്ളാഹുവിനോട് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുകയുള്ളൂ. അള്ളാഹുവിനെ അനുസരിക്കാതെയും ഹറാമും ഹലാലും ഗൗനിക്കാതെയും അതിശ പോലുള്ളവയുമായി ഇടകലർന്ന് ജീവിതം നയിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന പരീക്ഷണങ്ങളിൽ പകച്ച് രക്ഷ കിട്ടാൻ ഇനി എന്ത് ചെയ്യണമെന്ന വെപ്രാളവുമായി മതപരമായി അറിവുള്ളവരും അറിവ് കുറവുള്ളവരുമായ ജനങ്ങളിൽ ഭൂരിപക്ഷത്തിനും ഇവിടെയാണ് ധൈര്യം ചോർന്നു പോകുന്നത്. അവിടെ ഇബ്ലീസ് മനസ്സിന്റെ തോന്നലുകളിൽ ഇടപെട്ടുകൊണ്ടേയിരിക്കും. നിന്റെ നമസ്കാരം പോരാ, നോമ്പ് പോരാ, ദുആ പോരാ, ദിക്റുകൾ പോരാ, ഖുർആൻ പാരായണം പോരാ, തഹജ്ജുദ് നമസ്കാരം പോരാ. ഈ അവസ്ഥയിൽ നീ നേരിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ നിനക്കെങ്ങനെ ഉത്തരം കിട്ടാനാണ്? എന്നാൽ മനുഷ്യ പിശാചും ജിന്ന് പിശാചും അഞ്ചല മനസ്കരായ മനുഷ്യരുടെ മനസ്സിൽ മറ്റു പല മാർഗങ്ങളും ഗൂഢമായി തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. നീ ഇന്ന പാപം ചെയ്തവനാണ്, ഇന്ന കുറവുള്ളവനാണ്, മുസ്ലിയാക്കന്മാരുടെ ഇഷ്ടങ്ങൾക്ക് വഴങ്ങിക്കൊടുത്ത് ദർസിൽ ഓടാത്തവനാണ്, പിന്തുടരേണ്ട ശേഷി ആരെന്ന് നിനക്ക് അറിയാത്തവനാണ്, മനസ്സ് നിറയെ ഇരുട്ടാണ്, കറാമത്തിന്റെയോ വിലായത്തിന്റെയോ വെളിച്ചത്തിൽ നിന്ന് നിന്റെ മനസ്സിലെ വിളക്ക് ഈ നാളുവരെ ഒരു മിന്നാമിന്നിയുടെ അത്ര പോലും വെളിച്ചം പകർത്തിയിട്ടില്ല. ഇപ്പോൾ നിന്റെ ഹൃദയം ഇരുണ്ടുപോയിരിക്കുന്നു, ശരീരമാകട്ടെ നരകത്തിലെ വിറക് കൊള്ളിയായിരിക്കുന്നു. ഇങ്ങനെ ഇകഴ്ത്തിയും ഭയപ്പെടുത്തിയും മനോധൈര്യം പിശാചി അഥവാ ഇബ്ലീസ് നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പണ്ഡിതന്മാർ പ്രവാചകന്മാരുടെ അന്തരവകാശികളാണെന്ന് ഹദീസിലുണ്ട്. എന്റെ സമുദായത്തിലെ പണ്ഡിതന്മാർ ബനൂ ഇസ്രായേലിലെ അമ്പിയാക്കന്മാരെ പോലെയാണെന്ന് മറ്റൊരു തിരുവചനത്തിലും കാണാം. പക്ഷേ ആത്മീയ പുരുഷന്മാരിലും ദീനി പണ്ഡിതന്മാരിലും ചിലർ വ്യാജന്മാരും അയോഗ്യരും ആയാലോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അന്ത്യനാളിൽ ഏറ്റവും ദണ്ഡനമേൽക്കുന്നവൻ തന്റെ ജ്ഞാനം കൊണ്ട് പ്രയോജനം ലഭിക്കാത്ത പണ്ഡിതനാണ്. ഒരു പണ്ഡിതന് അബദ്ധം പറ്റിയാൽ അതുമൂലം വലിയൊരു സമൂഹത്തിനാണ് അബദ്ധം പറ്റുന്നത്. അല്ലാഹുവിലും അവന്റെ മലക്കുകളിലും ഗ്രന്ഥങ്ങളിലും പ്രവാചകന്മാരിലും അന്ത്യദിനത്തിലും അഥവാ പുനരുദ്ധാന ദിനത്തിലും അവന്റെ ഖദറിലും വിശ്വസിക്കുന്ന വിശ്വാസികൾ മുൻകാലങ്ങളിൽ അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിച്ചായിരുന്നു അള്ളാഹുവിന്റെ ദീനിനെ ഖിദ്മത്ത് ചെയ്തിരുന്നത്. അവരവരുടെ കുടുംബ ജീവിതത്തിന് അത്യാവശ്യമായ വരുമാനമുള്ളവരാണെങ്കിൽ പള്ളി, മദ്രസ, കെട്ടിടം പണികൾക്കും അനാഥ കുട്ടികളെ പഠിപ്പിക്കുന്നതിനു വേണ്ടിയും അവരുടെ ഭക്ഷണാവശ്യങ്ങൾക്ക് വേണ്ടിയും അള്ളാഹുവിലേക്ക് നിയത്ത് വെച്ച് എത്ര പണം കൊടുത്താലും
ആ പണത്തിൽ നിന്ന് അവരാരും കൈപ്പറ്റാറില്ലായിരുന്നു. ഈ അടുത്ത കാലത്തായി പള്ളി മദ്രസ പോലുള്ള ദീനി സ്ഥാപനങ്ങളുടെ കെട്ടിട നിർമ്മാണത്തിന് നൽകുന്നതിൽ നിന്നായാലും അനാഥ കുട്ടികൾക്ക് അവരുടെ ഭക്ഷണത്തിന് നൽകുന്നതിൽ നിന്നായാലും 50-60% കമ്മീഷൻ വാങ്ങുന്നു, കമ്മീഷൻ കൊടുക്കുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെയും ഭൗതിക കുടുംബ സമ്പാദ്യങ്ങൾക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉംറ, ഹജ്ജ് പോലുള്ളവർക്കും അത് ഇപ്പോൾ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കമ്മീഷൻ വ്യവസ്ഥകൾ പ്രകാരം പണം വാങ്ങുന്നത് ശരിയാണോ? ഉലമാക്കളെ, ഈ ശബ്ദം നൽകുന്ന കോയക്കയും ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും ശാശ്വതമല്ലാത്ത ലോകത്താണ് ജീവിതം നയിക്കുന്നത്. നാം ഓരോരുത്തർക്കും അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച് ഏതാനും നിമിഷങ്ങളോ മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ മാത്രമേ ഇഹലോകത്തെ ജീവിതമുള്ളൂ. അള്ളാഹുവിനും അവന്റെ പ്രവാചകർക്ക് നൽകിയ ഖുർആനിലും അന്ത്യദിനത്തിലും അഥവാ പുനരുദ്ധാന ദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുകയും അവനിൽ ബലമേൽപ്പിക്കുകയും അവനിലേക്ക് എല്ലായ്പ്പോഴും പശ്ചാത്താപിച്ചു മടങ്ങിക്കൊണ്ട് ഈ ഭൗതിക ജീവിതത്തിൽ അതിനൊരു കവിയാതെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിതം നയിക്കാൻ പരിശ്രമിക്കുകയും അതുപോലെ നാടിന്റെ ധാരാളം ഭാഗങ്ങളിലായി അള്ളാഹു തിരുപ്പതിപ്പെടുന്ന മഹാന്മാർ അന്ത്യവിസർമ്മം കൊള്ളുന്ന മക്ബറകളാണെന്ന് അവകാശപ്പെടുന്ന പല മക്ബറകളിലും അവരുടെ ഇല്ലാത്തതുമായ പലവിധ കറാമത്തുകളും പല വിധേനയുള്ള പോലീസുകളും പ്രദാനം ചെയ്യുന്നതിലൂടെ ഒരു വിഭാഗം പണ്ഡിതന്മാരല്ലാത്തവരും അള്ളാഹുവിന്റെ മഹാന്മാരാണെന്ന് അവകാശപ്പെടുന്ന മക്ബറകൾ ലക്ഷങ്ങൾക്കും കോടികൾക്കും ലേലത്തിന് നൽകുന്ന കമ്മിറ്റികളിലൂടെയും മക്ബറകൾ ലേലത്തിന് എടുക്കുന്ന പ്രമാണിമാരിലൂടെയും സമുദായത്തിന് അള്ളാഹു തിന്മ ഉദ്ദേശിച്ചാൽ അത് തടയാൻ ആരും ഉണ്ടാകില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ പരിശുദ്ധ ദീനിൽ അള്ളാഹു നിഷിദ്ധമാക്കിയത് തടയേണ്ടവരായ പണ്ഡിതന്മാരിലും ഉമറാക്കളിലും ഭൗതിക താൽപര്യരായ ഒരു വിഭാഗം ഉണ്ട്. ഇഹലോക ജീവിതത്തിൽ നന്മ ലഭിക്കുന്നതിന് വേണ്ടി അവർ അള്ളാഹുവിന്റെ ദീൻ പ്രസാദാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. മഖ്ബറകളിലെ വരുമാനം വർദ്ധിപ്പിക്കാൻ ഉരുക്കും ഏലസും നൂറും കൊടുത്ത് അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്ന ഉമ്മത്തിന്റെ വിശ്വാസം നഷ്ടപ്പെടുത്തി അള്ളാഹുവിൽ നിന്ന് അകലുന്ന വിധത്തിൽ അള്ളാഹുവിന്റെ മഹാന്മാരാണെന്ന് അവകാശപ്പെടുന്നവരിൽ വലിയൊരു വിഭാഗം വിശ്വാസികൾ നാടിന്റെ നാനാഭാഗങ്ങളിലും മഖബറകളിൽ മറവട്ടി കിടക്കുന്ന മഹാന്മാരെ അവരവരുടെ ജീവിതത്തിന്റെ എല്ലാം അല്ലാഹുവിന് ഒരു പങ്കുമില്ലാത്ത വിധം ഏൽപ്പിക്കുന്നതായി നാം കണ്ടുവരുന്നതും നാം കേട്ടുവരുന്നതുമാണ്. നന്മ പ്രചരിപ്പിക്കേണ്ട ഒരു വിഭാഗം പണ്ഡിതന്മാർ ഭൗതികതയുടെ മൊത്ത വിതരണക്കാരായി മാറുകയാണോ? കേട് കൂടാത്ത സൂക്ഷിക്കുന്ന ഉപ്പ് തന്നെ ചീഞ്ഞു പോയാൽ പിന്നെ എന്തിനാണ് സൂക്ഷിക്കുക? പഴമക്കാരുടെ ഈ മൊഴി ഇവിടെ പുലരുകയാണ്. ഇന്ന് പല മഖബറകളുടെയും ചുറ്റുപാടുകളിലും ഹാദിറാത്തുകളും തകിട് കൂടും മന്ത്രവും തന്ത്രവും കൈരച്ചക്കും പോലുള്ളവ വിതരണം ചെയ്യുന്നു. അങ്ങനെ അള്ളാഹു നിഷിദ്ധമാക്കിയതും അല്ലാത്തതുമായി എന്തെല്ലാമോ നടക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തും മഖബറകളുമായി ബന്ധപ്പെട്ടവരും അല്ലാത്തവരും പല മഖബറകൾ കേന്ദ്രീകരിച്ചും അള്ളാഹു നിരോധിച്ച അനാചാരങ്ങൾ വർദ്ധിക്കും തോറും അള്ളാഹു അവന്റെ അടിമകൾക്ക് ഔദാര്യമായി നൽകിയ കാരുണ്യങ്ങൾ നിറഞ്ഞ പരിശുദ്ധ ദീൻ കൊണ്ടിരിക്കുന്നു. അങ്ങനെ സമുദായത്തിൽ അള്ളാഹുവിനോട് ചോദിക്കുന്നവരും നേരിട്ട് ദുആ ചെയ്യുന്നവരും കുറഞ്ഞു വരുന്നു. അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ടതെല്ലാം നാടിന്റെ പല ഭാഗങ്ങളിലും ഒരു വിഭാഗം ജനങ്ങൾ ജീവിച്ചിരിക്കുന്ന മഹാനാണെന്ന് സങ്കല്പിക്കുന്നവരോടും അവരിൽ അന്ത്യവിസർമ്മം കൊള്ളുന്ന മഹാന്മാരോടും മറ്റും ചോദിക്കുകയും അള്ളാഹുവിനോട് നേരിട്ടുള്ള ചോദ്യവും പ്രാർത്ഥനയും സഹായ തേടലും ഒഴിവാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ സമൂഹത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണാർത്ഥം സ്വന്തം ധനങ്ങളിലും ശരീരങ്ങളിലും നിങ്ങൾ പരീക്ഷിക്കപ്പെടും എന്ന വചനം പുലരുന്നു. കുറഞ്ഞ ഭയവും വിശപ്പ് കൊണ്ടും ആളുകളിലും
സ്വത്തുക്കളിലും ഫലങ്ങളിലും കുറവ് വരുത്തിക്കൊണ്ടും തീർച്ചയായും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവരുടെ അനുഭവം പരീക്ഷണങ്ങൾ നിങ്ങൾക്കും വരാതെ കണ്ട് സ്വർഗത്തിൽ കടന്നു കളയാമെന്ന് നിങ്ങൾ കരുതിയോ? കഷ്ടതകളും ആപത്തുകളും അവരെ ബാധിച്ചു. അല്ലാഹുവിന്റെ സഹായം ഇനി എപ്പോഴാണ് ഉണ്ടാവുകയെന്ന് ദൂതരും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും ചോദിക്കുവോളം അവർ കിടുകിടെ വിറപ്പിക്കപ്പെട്ടു. അറിയുക, അള്ളാഹുവിന്റെ സഹായം അടുത്തു തന്നെയുണ്ട്. സൂറത്തുൽ ബഖറ 214. ആരെങ്കിലും തിന്മ ചെയ്യുകയോ സ്വന്തത്തോട് അതിക്രമം കാണിക്കുകയോ ചെയ്യുകയും പിന്നീട് അള്ളാഹുവോട് പൊറുക്കലിന് തേടുകയും ചെയ്താൽ അള്ളാഹുവിനെ പൊറുക്കുന്നവരും മഹാകാരുണ്യകരുമായി അവർ കണ്ടെത്തുന്നതാണ് സൂറത്തുൻ നിസാഇ 110. അവർ സത്യവിശ്വാസികൾ അള്ളാഹുവിലേക്ക് ഏരിച്ച് മടങ്ങുകയും അവനോട് പൊറുക്കലിന് തേടുകയും ചെയ്യുന്നില്ലേ? അള്ളാഹു പൊറുക്കുന്നവനും മഹാകാരുണ്യകനുമാകുന്നു. സൂറത്തുൽ മാഇദ 74. ഓരോരുത്തരും അഖിലലോക സൃഷ്ടാവും സംരക്ഷകനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയും ഏകനൊരുവനുമായ അള്ളാഹുവിനെ അറിഞ്ഞും അവന്റെ പ്രവാചകരെയും പ്രവാചകർക്ക് നൽകിയ ഖുർആനിക നിയമവിധി വ്യവസ്ഥകളെയും അനുസരിച്ചും അള്ളാഹു നിഷിദ്ധമാക്കിയത് അഖിലവും വർദ്ധിച്ചും ഹറാമും ഹലാലും സൂക്ഷ്മതയിൽ ഗവനിച്ചും അന്ത്യദിനത്തെ അഥവാ പുനരുദ്ധാന ദിനത്തെ ഭയപ്പെട്ടും ജീവിതം നയിക്കാൻ പരിശ്രമിക്കുവീൻ. പേരിൽ മാത്രമായ മുസ്ലിമീങ്ങളായതുകൊണ്ടോ കേവലം ഇസ്ലാമിന്റെ ആചാരങ്ങൾ അനുസരിച്ചത് കൊണ്ടോ സ്വർഗത്തിൽ കടക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടതില്ല. ആചാരങ്ങളെക്കാളും ഉപരിയായി ഒരു സത്യവിശ്വാസി പല കടമകളും നിറവേറ്റേണ്ടതുണ്ട്. ഓരോ ശരീരത്തിനും അതിന്റെ മേൽ ഒരു സൂക്ഷിപ്പുകാരനുണ്ട്. സൂറത്തു താരിഖ് 4. ഓരോ മനുഷ്യനെയും സൂക്ഷിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളുണ്ട് എന്ന് അല്ലാഹു ഖുർആൻ മുഖേന വിളംബരം ചെയ്യുന്നു. തീർച്ചയായും മനുഷ്യനെ നാം സൃഷ്ടിച്ചു, അവന്റെ ഹൃദയം മന്ത്രിക്കുന്നതിന് അറിയുന്നുണ്ട്. തന്റെ കണ്ടനാടിയേക്കാൾ നാം അവനോട് അടുത്തവനാണ്. സൂറത്തുൽ ഖാഫ് 16. മനുഷ്യരുടെ മുമ്പിലും പിമ്പിലുമായി അള്ളാഹു ചില മലക്കുകളെ നിശ്ചയിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ച് അവർ അവനെ കാത്തു രക്ഷിക്കുന്നു. അമലത്ത് കാവലിന്റെ മലക്കുകൾ എന്നാണ് ഇവരുടെ പേര്. ഒരു ജനത തങ്ങളുടെ നിലപാട് സ്വയം മാറ്റുന്നത് വരെയും അള്ളാഹു അവരോടുള്ള നിലപാട് മാറ്റുകയില്ല. അള്ളാഹു സ്വയം സ്വീകരിച്ചിട്ടുള്ള ഒരു നടപടിക്രമമാണിത്. ഇന്ന് പണ്ഡിതന്മാർ അക്ഷരാർത്ഥത്തിൽ പരസ്പരം മുശരിക്കായി സ്വയം അപഹാസ്യരാവുന്ന തിരക്കിലാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ മറ്റൊരു വിഭാഗം പണ്ഡിതന്മാരെയും അവരെ പിൻപറ്റുന്ന അനുയായികളെയും മുശരിക്കാക്കുന്നതായി നാം കേൾക്കുന്നു. അവർ ആ പണ്ഡിതന്മാരെയും അവരെ പിൻപറ്റുന്ന അനുയായികളെയും തിരിച്ചും മുശരിക്കാക്കുന്നു. ഇങ്ങനെ പണ്ഡിതന്മാരും അവരവരുടെ അനുയായികളും തമ്മിൽ മുശരിക്കാക്കുമ്പോൾ പിന്നെ വിശ്വാസികളായി ഇവിടെ ആരാണുണ്ടാവുക? പിശാചിന്റെ പലവിധ ദുശ്ചര്യകൾക്ക് അകപ്പെട്ടു പോയവരോട് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഇതൊന്നും പറഞ്ഞിട്ടു കാര്യമില്ല. ഇന്ന് പിശാചിന്റെ പ്രേരണയിൽ പലിശ കലർന്ന ഭക്ഷണമെങ്കിലും കഴിക്കുന്നതിൽ പെട്ടുപോവാത്തവരായി മനുഷ്യരിൽ ആരും തന്നെ ഉണ്ടാവുകയില്ലല്ലോ. മുൻകാലത്ത് പ്രവാചകന്മാരെ വരെ അല്പനേരത്തേക്കെങ്കിലും പിശാചിന് പിഴപ്പിക്കാനായെങ്കിൽ അതുകൊണ്ടാണല്ലോ സാക്ഷാൽ സ്വർഗത്തിൽ നിന്നുവരെ പുറത്താക്കപ്പെട്ടവരായി നാം ഈ ഭൂമിയിൽ വരാനിടയായത്. പാപസുരക്ഷിതരല്ലാത്ത പണ്ഡിതന്മാരുടെ കാര്യം പറയാനുമില്ല. അവരെ കുറ്റപ്പെടുത്തുകയല്ല, അവരുടെ കൂടി സഹായാവസ്ഥ ബോധ്യപ്പെടുത്തുക മാത്രമാണ് ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം. സമുദായത്തിൽ ഒരു പിളർപ്പുണ്ടാക്കിയാൽ പിശാചിനറിയാം അവന്റെ കാര്യം എളുപ്പമായി എന്ന്. അതിന് തക്കതായ ആശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഭൗതികത കലർന്ന പല പുത്തരാചാരങ്ങളും പിന്നെയും പുതു ആശയങ്ങളും സംഘങ്ങളും സംഘടനകളും ഓരോരുത്തർക്കും അതിനെല്ലാം ഓരോ വേദികളും ആഘോഷങ്ങളും വാർഷികങ്ങളും പല വിധേനയും എങ്ങനെയെല്ലാം ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ പിശാചിന് അള്ളാഹു തന്റെ അപാരമായ ഹിക്മത്തിന്റെ ഭാഗമായി
പരീക്ഷണാർത്ഥമുള്ള കഴിവ് നൽകിയിട്ടുമുണ്ട്. അള്ളാഹു തിരുപ്പതിപ്പെടാത്ത പലതും പല വിധേനയും എന്നെന്നും ഇബ്ലീസിനെയും അവനിലൂടെ മനുഷ്യരെയും ജിന്നുകളെയും നരകത്തിൽ കിടക്കാനുള്ള എല്ലാവിധ ദുശ്ചൈതികളിലേക്കും അങ്ങേയറ്റം വരെ പ്രേരിപ്പിക്കാൻ പിശാചിന്റെ പരീക്ഷണാർത്ഥമുള്ള അനുമതിയും അള്ളാഹു നൽകിയിട്ടുമുണ്ട്. ഇതിനെതിരെ ഓരോ നിമിഷവും ഏതറ്റം വരെയും തൗബയും അള്ളാഹു മനുഷ്യർക്കു മറുമരുന്നായി അനുവദിച്ചിട്ടുമുണ്ട്. ഇന്ന് വിശ്വാസികൾ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും പലിശയുമായി ഇടകലർന്ന് ജീവിതം നയിക്കുന്നതിനാൽ പൊതുവെ അള്ളാഹുവിൽ തഖ്വ കുറഞ്ഞു പോയിരിക്കുന്നു. അവർ പരസ്പരം മുശ്രിക്കാക്കിക്കൊണ്ട് പരസ്പരം തമ്മിൽ സ്വയം മലീചമാക്കുന്നു. ഇന്ന് ലോകത്ത് മസ്ജിദ് തഖ്വകൾ കുറഞ്ഞു വരികയാണ്. എവിടെ പള്ളികൾ കാണുമ്പോഴും അതെല്ലാം ഓരോ സംഘടനകളുടെയും കീഴിലാണ്. ഒരു സംഘടനയിലും കീഴിലല്ലാത്ത മുസ്ലിം സമുദായത്തിന് എല്ലാവർക്കും അവകാശപ്പെട്ട പരിശുദ്ധമായ സാക്ഷാൽ മുസ്ലിം പള്ളി എവിടെ? ഈ പിഴവ് എല്ലാ സംഘടനയിലുമുണ്ട്. ചില സംഘടനകൾ കുറച്ചു വഴി തെറ്റിപ്പോയിരിക്കുന്നു. ചില സംഘടനകൾ വളരെ കൂടുതൽ പിഴച്ചു പോയിരിക്കുന്നു എന്നു മാത്രം. എന്നാൽ എല്ലാ വിഭാഗങ്ങളും ഒന്നടങ്കം പറയും, ഞങ്ങളാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സാക്ഷാൽ അഹ്ലുകാർ. ഓരോരുത്തരുടെ കൈവശവും മതത്തിന്റെ ഓരോ തുണ്ടുകൾ മാത്രമാണുള്ളത്. ആരും അതിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടതായി കാണുന്നില്ല. ഈ അവസ്ഥയിൽ നാം എന്തു ചെയ്യണം? സംഭവിച്ചതെല്ലാം സംഭവിച്ചു പോയി, ഇനി എന്തു ചെയ്യും എന്ന ചിന്ത വേണ്ട. ഖുർആൻ തന്നെ അതിന് പ്രതിവിധിയായി ഇപ്രകാരം വിളംബരം ചെയ്തിട്ടുമുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കുവീൻ, ദൂതനെയും നിങ്ങളിൽ നിന്നുള്ള കാര്യകർത്താക്കളെയും നിങ്ങൾ അനുസരിക്കുവീൻ. ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ അന്യോന്യം ഭിന്നിച്ചാൽ അല്ലാഹുവിലേക്കും റസൂലിലേക്കും അതിനെ മടക്കുവീൻ. സൂറത്തുൻ നിസാ 59. അള്ളാഹുവിനും അവന്റെ പ്രവാചകരിലും പ്രവാചകർക്ക് നൽകിയ ഖുർആനിലെ നിയമവിധി വ്യവസ്ഥകളിലും വിശ്വസിക്കുകയും അന്ത്യദിനത്തെ അഥവാ പുനരുദ്ധാന ദിനത്തെ ഭയപ്പെട്ടും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സത്യവിശ്വാസികളെ വയക്കാക്ക് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ എല്ലാവരോടും പറയാനുള്ളത്, അള്ളാഹുവിന്റെ തിരുപ്പിതി കരസ്ഥമാക്കണമെന്ന ആഗ്രഹത്തോടെ എല്ലാവരും അള്ളാഹുവിലേക്ക് പശ്ചാത്താപിച്ചുകൊണ്ട് ഏറിച്ചു മടങ്ങുകയും അള്ളാഹുവിന്റെ യഥാർത്ഥ സത്യദീൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവരുടെ സ്വഹാബത്തും ജീവിച്ചു കാണിച്ചു തന്ന സത്യമാർഗത്തെ മാത്രം പിന്തുടരുക. അതല്ലാത്ത എല്ലാ പുത്തനാശയങ്ങളും എല്ലാവരും ഉപേക്ഷിക്കുക എന്നത് മാത്രമാണ്. ഇത് എക്കാലത്തും ബാധകമാണ്. ഇക്കാലത്ത് ഇതല്ലാതെ മറ്റൊരു വഴികളും പ്രതിവിധിയായി കാണുന്നുമില്ല. പരലോകം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് മറ്റൊന്നും ഉപദേശിക്കാനുമില്ല. അല്ലാഹുവും റസൂലും നിർദ്ദേശിച്ച കാര്യങ്ങളിലും വിലക്കിയ കാര്യങ്ങളിലും അല്ലാഹുവിലും പ്രവാചകരിലും ഖുർആനിലും വിശ്വസിക്കുന്ന ആർക്കും അഭിപ്രായ വ്യത്യാസമില്ലല്ലോ. ഖുർആനിലും അതീവ സൂക്ഷ്മതയോടെ പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തിയ ഹദീസുകളിലും ഇതെല്ലാം ഏവർക്കും എല്ലാ ഭാഷകളിലും അവരുടെ വിരൽത്തുമ്പിൽ ഇപ്പോൾ ലഭ്യവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജൂതന്മാർ 71 പിളർന്നു, അതുപോലെ ക്രിസ്ത്യാനികൾ 72 പിളർന്നു. ഈ സമുദായം 73 പിളരും. അതിൽ ഒരു വിഭാഗം ഒഴികെ എല്ലാവരും നരകത്തിലായിരിക്കും. അല്ലാഹുവിന്റെ ദൂതരെ അവരാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്റെയും എന്റെ അനുചരന്മാരുടെയും അതേ പാതയിൽ ജീവിക്കുന്നവർ. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹും, തിർമിദി റളിയല്ലാഹു അൻഹും, ഇബ്നു മാജ റളിയല്ലാഹു അൻഹും, അൽ ഹകീം റളിയല്ലാഹു അൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായ ശേഷം 23 വർഷമാണ് ഈ ലോകത്ത് കഴിഞ്ഞത്. ഖുർആന് പുറമെ ഈ കാലയളവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായി ലഭിച്ച ഹിക്മത്തിന്റെയും അടിസ്ഥാനത്തിൽ അവിടുന്ന് ജീവിച്ചു കാണിച്ചു തന്നതും 10,000-കണക്കിന് സ്വഹാബികളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും അവരെ ഒരു മാലയിലെ മുത്തുമണികളെ പോലെ
ഒരു മാതൃകാ സമൂഹമായി വളർത്തിയെടുക്കുകയും ചെയ്ത സുന്നത്തിൽ നിന്നുമാണ് ഇസ്ലാമിലെ അൽ ജമാഅത്തിന്റെ പിറവി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ ഏതാനും നാളുകൾക്ക് മുമ്പ് അവിടുന്ന് പറഞ്ഞതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം, ജനങ്ങളെ, രണ്ടു കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വിട്ടേച്ചു പോകുന്നു. അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ പ്രവാചകന്റെ സുന്നത്തുമാണത്. അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരിക്കലും നിങ്ങൾ വഴി തെറ്റിപ്പോയില്ല. അള്ളാഹുവിന്റെ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തും മുറുകെ പിടിക്കുന്നവരാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ സാക്ഷാത് അഹ്ലുകാർ. അവർ അമൂല്യമായ ഒരു ആലയിലെ വിലമതിക്കാനാവാത്ത മുത്തുമണികൾ പോലെയാണ്. അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ പ്രവാചകരെ അനുസരിച്ചും അന്തരീക്ഷത്തിനെ ഭയപ്പെട്ടും ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ശ്രദ്ധാപൂർവം സൂക്ഷ്മതയിൽ ജീവിതം നയിക്കുക. സിയാറത്ത് പോലുള്ള കാര്യത്തിലാണെങ്കിൽ പോലും അള്ളാഹും അവന്റെ റസൂലും ദീനിൽ അനുവദിച്ചു തന്നിട്ടുള്ള ആരാധന കർമ്മങ്ങളും അള്ളാഹു തിരുപ്പതിപ്പെടുന്ന ആഘോഷങ്ങളും മാത്രമാണ് അനുവദനീയം. എന്നാൽ അള്ളാഹുവും അവന്റെ റസൂലും അനുവദിച്ചു തന്നിട്ടില്ലാത്ത ആരാധന കർമ്മങ്ങൾ ഓൺലൈൻ എന്ന പേരിൽ പുരുഷന്മാരും സ്ത്രീകളും മുഖത്തോട് മുഖം നോക്കി കൊല്ലുന്ന ദിക്ർ മജ്ലിസായാലും മറ്റെന്ത് മജ്ലിസായാലും അള്ളാഹുവിനെ സൂക്ഷിച്ചും അവന്റെ പ്രവാചകരെയും അവന്റെ നിയമവിധി വ്യവസ്ഥകളെയും അനുസരിച്ചും അന്ത്യദിനത്തെ അഥവാ പുനരുദ്ധാന ദിനത്തെ ഭയപ്പെട്ടും നമ്മുടെ എന്നേക്കുമായ പരലോക ജീവിതം പരാജയപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഈമാൻ ദാഹികളായ പുരുഷന്മാരും സ്ത്രീകളും മനസ്സിലാക്കുക. ഞാൻ ഒരു മുസ്ലിമാണ്, ഞാൻ സത്യവിശ്വാസിയാണ് എന്ന് വായ കൊണ്ട് പറഞ്ഞാൽ മാത്രം പോരാ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചും അവന്റെ നിയമവിധി വ്യവസ്ഥകൾ പാലിച്ചും അവൻ നിഷിദ്ധമാക്കിയ സർവ്വതും വർദ്ധിച്ചും ഹറാമും ഹലാലും ശ്രദ്ധിച്ചു സൂക്ഷ്മതയിൽ ജീവിതം നയിക്കുന്നവരാരോ അവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹുവും അവന്റെ റസൂലും കൽപ്പിച്ചത് മാത്രമാണ് സ്വീകാര്യമായത്. അത് എത്ര കൈപ്പുള്ളതാണെങ്കിലും അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ദീനിന്റെ അഹ്ലുകാർക്ക് അത് അനുസരിക്കൽ നിർബന്ധമാണ്. അമ്പിയാക്കളോ മുർസലുകളോ ഔലിയാക്കളോ ആരുമാകട്ടെ, മനുഷ്യരോട് തരമില്ലാതെ വീണ്ടും വീണ്ടും ചോദിച്ചാൽ മനുഷ്യർ എത്ര ക്ഷമയുള്ളവരാണെങ്കിലും അവർ ഒടുവിൽ ദേഷ്യപ്പെടുകയാണ് ചെയ്യുക. കാരണം സൃഷ്ടികളുടെ കഴിവുകളും വിഭവങ്ങളും അത്രയും കുറവാണ്. ഇനി മനുഷ്യർക്ക് അള്ളാഹു കൂടുതൽ കൊടുത്താലും അവർ പിശുക്കു കാണിക്കുമെന്നാണ് അള്ളാഹു മനുഷ്യരെ കുറിച്ച് പറയുന്നത്. സൃഷ്ടികൾ അവരുടെ ഭയം വ്യക്തമാക്കും. സൃഷ്ടാവിന് അവന്റെ ഖജനാവുകൾ തീർന്നു പോകുമെന്ന ഭയമില്ലാത്തതിനാൽ അവനോട് കൂടുതൽ കൂടുതൽ ചോദിക്കുന്നത് അവൻ ഇഷ്ടപ്പെടുന്നു. സൃഷ്ടികൾ മറിച്ചും അവൻ കുറച്ചും ചോദിക്കുന്നതിനെയാണ് ഇഷ്ടപ്പെടുക. ഈ തത്വം സിയാറത്തിന് പോകുമ്പോൾ മഹാന്മാരുടെ മഖ്ബറയിൽ ചോദിക്കുന്നവർ മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ സൃഷ്ടാവാണ്, അവൻ നമ്മളെയെല്ലാം സൃഷ്ടിച്ചവനാണ്, അവൻ നമ്മളെ സൂക്ഷ്മതയിൽ സംരക്ഷിക്കുന്നവനാണ്, ഇഹത്തിലും പരത്തിലും അവൻ പരമാധികാരിയാണെന്നും നാം മനസ്സിലാക്കുക. എല്ലാ സൃഷ്ടികളും ഭിക്ഷക്കാരാണ്. എല്ലാവരും അവരവരുടെ ഭിക്ഷാപാത്രം അള്ളാഹുവിലേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ നാം അവനോട് ഭിക്ഷാപാത്രം നീട്ടിപ്പിടിച്ചവരോടാണോ സഹായം ചോദിക്കേണ്ടത്? അതല്ല, എല്ലാ ഭിക്ഷാപാത്രങ്ങളും നിറച്ചു കൊടുക്കുന്നവനും എത്ര വേണമെങ്കിൽ ഇനിയും നിറച്ചു കൊടുക്കാൻ കഴിവുള്ളവനുമായ അള്ളാഹുവിനോടാണോ ചോദിക്കേണ്ടത്? പണ്ഡിതന്മാരെ, നിങ്ങൾ പറയൂ, ചിന്തിക്കൂ. അള്ളാഹുവിനെ അറിഞ്ഞും അവന്റെ പ്രവാചകരെയും പ്രവാചകർക്ക് നൽകിയ ഖുർആനും അനുസരിച്ചും ജീവിതം നയിക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ ആരും നിന്ദിക്കുകയില്ല. അവന്റെ ഇഷ്ടദാസന്മാരെ നിന്ദിക്കാൻ ആരെയും അള്ളാഹു അനുവദിക്കുകയുമില്ല. സിദ്ദീഖുകൾ, സാലിഹീങ്ങൾ, ഔലിയാക്കൾ എന്നിങ്ങനെ അള്ളാഹു തിരുപ്പതിപ്പെടുന്ന അവന്റെ ഇഷ്ടദാസന്മാരിൽ പല വിഭാഗങ്ങൾ ഉണ്ടാവാം. അവരെയെല്ലാം നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അവരുടെ ജീവിതചര്യയെ സൂക്ഷ്മമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യയോട് യോജിപ്പുള്ള ചര്യയാണെങ്കിൽ നമ്മളും ആ ചര്യയെ പിൻപറ്റാൻ പരിശ്രമിക്കുക.
സാധിക്കുമെങ്കിൽ അവരെ പോലുള്ളവർ അന്ത്യവികർമ്മം കൊള്ളുന്ന മക്ബറകൾ സിയാറത്ത് ചെയ്യുക. അവരുടെയും നമ്മുടെയും പരലോക വിജയത്തിന് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുക. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ഇപ്പോൾ ഏവരുടെയും വിരൽത്തൂമ്പിലുണ്ട്. ഏത് ആചാരവും ഏത് ഹദീസും സൂക്ഷ്മ പരിശോധന നടത്താവുന്നതാണ്. ഓരോരുത്തർക്കും ഇപ്പോൾ അതിനുള്ള സംവിധാനവുമുണ്ട്. ആയതിനാൽ ഇനിമേൽ ആരും ബോധപൂർവമായ അറിവോടെയല്ലാതെ സ്വന്തം ഉത്തരവാദിത്വത്തിലല്ലാതെ വഴി പിഴക്കുകയുമില്ല. അള്ളാഹുവിനും അവന്റെ പ്രവാചകരിലും അടിയുറച്ച് വിശ്വസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തെ ഓർമ്മിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമുദായം 73 അംഗമായി പിളരും. അതിൽ ഒരു വിഭാഗം ഒഴികെ എല്ലാവരും നരകത്തിലാകും. ആയതിനാൽ ഇനിമേൽ ആരും ബോധപൂർവമായ അറിവോടെയല്ലാതെ സന്മാർഗം പ്രാപിക്കുകയുമില്ല. അപ്പോൾ മനസ്സിന് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിച്ചു സ്വയം സ്ഫുടം ചെയ്യുന്നവൻ ആരോ അവൻ ഇഹത്തിലും പരത്തിലും വിജയിച്ചു. അള്ളാഹുവിനെയും അവന്റെ പ്രവാചകരെയും ഖുർആനിക നിയമവിധി വ്യവസ്ഥകളെയും അന്ത്യദിനത്തെയും ഗവനിക്കാതെ ശിർക്ക് കൊണ്ടും ബിദ്അത്ത് കൊണ്ടും കളങ്കപ്പെടുത്തിയവൻ ഇഹലോകത്ത് താൽക്കാലിക സമാധാനം തോന്നാമെങ്കിലും ഇഹത്തിലും പരത്തിലും പരാജയപ്പെടും. മുസ്ലിം സമൂഹം ഇന്ന് പണ്ഡിതന്മാരും അറിവ് കുറവുള്ള ഈമാൻദാഹികളായ പുരുഷന്മാരും സ്ത്രീകളും അള്ളാഹുവിനെ സൂക്ഷിച്ചും അള്ളാഹുവിൻ പ്രവാചകർക്ക് നൽകിയ ഖുർആനിക നിയമവിധി വ്യവസ്ഥകൾ അനുസരിച്ചും അള്ളാഹു നിരോധിച്ചത് സർവ്വതും വർദ്ധിച്ചും ഹറാമും ഹലാലും സൂക്ഷ്മമായി ഗവനിച്ചും ജീവിതം നയിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇഹലോകവും പരലോകവും അള്ളാഹു വിജയിപ്പിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ ഉടനെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നതിലും നമ്മുടെയും നമ്മുടെ കുടുംബത്തിലെയും എല്ലാ സമാധാനമില്ലായ്മയും ആപത്ത് മുസീബത്തുകൾ നീങ്ങിപ്പോകുന്നതിനും അള്ളാഹു തൃപ്തിപ്പെടുന്ന വിധം നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സഫലമാകുന്നതിനും അള്ളാഹുവിനെ അറിഞ്ഞും അവന്റെ പ്രവാചകരെയും പ്രവാചകർക്ക് നൽകിയ ഖുർആനിലെ നിയമവിധി വ്യവസ്ഥകളെയും സൂക്ഷ്മതയിൽ അനുസരിച്ചും എല്ലായ്പ്പോഴും അള്ളാഹുവിനോട് പശ്ചാത്താപിച്ചും കൊണ്ട് ഏറ്റവും നന്മയായതിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുകയല്ലാതെ നമ്മുടെ ഇഹലോക രക്ഷക്കും നമ്മുടെ പരലോക രക്ഷക്കും മറ്റു കുറുക്കു വഴികളൊന്നുമില്ല. സൃഷ്ടാവും സംരക്ഷകനുമായ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളിലും അവ പുലരുന്നതിലും മരണാന്തര ജീവിതത്തിലും അവർ മനുഷ്യൻ ആലോചിക്കുന്നില്ലേ? എന്നാൽ അവർക്ക് മനസ്സിലാവുമായിരുന്നു. നാം ഇഷ്ടാനുസരണം സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് നിങ്ങളെ വെറുതെ സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മുടെ അടുത്തേക്ക് മടക്കപ്പെടുകയില്ലെന്ന് കണക്കാക്കിയോ? അത് മൂമിനൂൻ 115. അവന് മറ്റൊരു ജീവിതം ഇല്ലെങ്കിൽ ഇത്രയും വ്യവസ്ഥാപിതമായി മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടതിൽ എന്തർത്ഥമാണുള്ളത്? അതായത് ജീവന്റെ ഉൽപ്പത്തി മുതൽ പരലോകം വരെ നീണ്ടുകിടക്കുന്ന യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊള്ളുന്നതും മുൻഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ടുള്ളതുമായ ഉചിതമായ ദൃഷ്ടാന്തങ്ങൾ വ്യക്തമായ ഓർമ്മപ്പെടുത്തലുകൾ ഉൾക്കൊള്ളുന്ന വിശുദ്ധ ഖുർആൻ വിശ്വസിക്കാനാവുന്നില്ലെങ്കിൽ മറ്റെന്താണ് അവർക്ക് വിശ്വസിക്കാനാവുക? അപ്പോൾ ഖുർആനു ശേഷം എന്ത് സന്ദേശമാണ് മനുഷ്യർ വിശ്വസിക്കുക? അറിവുണ്ടായിട്ടും അത് അനുസരിച്ച് ജീവിക്കാൻ മുതിരാത്ത ജ്ഞാനികൾ ചിന്തിക്കുക. അഖിലലോക ശ്രദ്ധാവും സന്ദർശകനുമായ ആ നാഥന്റെ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. നിങ്ങൾ വിശ്വസികളാണെങ്കിൽ ഈ ദൃഷ്ടാന്തങ്ങൾ മനസ്സിലാക്കി അള്ളാഹുവിനെ കുറിച്ചുള്ള കൂടുതൽ അറിവ് നേടാൻ പരിശ്രമിക്കണം. ഇനി നിങ്ങൾ വിശ്വാസികളല്ലെങ്കിൽ പോലും ഈ ദൃഷ്ടാന്തങ്ങളിലൂടെ തങ്ങളുടെ സൃഷ്ടാവും സംരക്ഷകനുമായ രക്ഷിതാവിനെ അറിയാൻ തയ്യാറാകണം. ഇല്ലായ്മയിൽ നിന്ന് നമ്മെയും നാം കാണുന്നതും നാം കാണാത്തതും നാം കേൾക്കുന്നതും കേൾക്കാത്തതും നാം ഊഹിക്കുന്നതും ഊഹിക്കാത്തതുമായ സർവ്വതും സൃഷ്ടിച്ചവനും സന്ദർശിക്കുന്നവനും സൃഷ്ടികളെ ഓരോന്നിനെയും അവൻ നിശ്ചയമനുസരിച്ച് സൂക്ഷ്മതയിൽ പരിപാലിക്കുന്നവനും ഏകൻ ഒരുവനും ഇഹത്തിലും പരത്തിലും പരമാധികാരിയുമായ അള്ളാഹുവിനെ സൂക്ഷിച്ചും പുനരുദ്ധാന നാളിനെ ഭയപ്പെട്ടും ജീവിതം നയിക്കുക. ഈ പറയുന്നതൊന്നും ഗവനിക്കാതെ ജീവിതം നയിക്കുകയാണെങ്കിൽ
എന്നേക്കുമായി ദുഃഖമായിരിക്കും. ഇഹലോക ജീവിതം 2 തവണയില്ല. നമ്മുടെ പരലോക ജീവിതം വളരെ അടുത്താണ്. ഏതാനും നിമിഷങ്ങളോ മണിക്കൂറുകളോ ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ അള്ളാഹുവിന്റെ നിശ്ചയമനുസരിച്ച്. സത്യവിശ്വാസികളെ, സ്വന്തം ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നരകത്തിൽ നിന്ന് കാത്തു സൂക്ഷിച്ചു കൊള്ളുവീൻ. അതിൽ കത്തിക്കപ്പെടുന്നത് മനുഷ്യരും കല്ലുകളുമാകുന്നു. അതിന്റെ മേൽനോട്ടത്തിന് മനുഷ്യ സ്വഭാവികളും ശക്തരുമായ മലക്കുകൾ ഉണ്ടായിരിക്കുന്നതാണ്. തങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിനെ അവർ ധിക്കരിക്കുകയില്ല. തങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അവർ പ്രവർത്തിക്കും. സൂറത്തു തഹ്രീം 6. സ്വന്തം ശരീരങ്ങൾ എന്ന പോലെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കേണ്ടത് ഓരോ കുടുംബനാഥന്മാരുടെയും കടമയാണ്. കുടുംബാംഗങ്ങൾക്ക് ആവശ്യമായ വിജ്ഞാനം നൽകുകയും മതപരമായ ചിട്ടയോട് അവരെ വളർത്തുകയും ദുർമാർഗത്തിൽ നിന്നും തെറ്റായ പ്രവണതകളിൽ നിന്നും തടയുകയും ചെയ്യേണ്ടത് കുടുംബനാഥന്മാരുടെ ബാധ്യത തന്നെയാണ്. ഏതോകത്തെ അഗ്നിയുടെ എത്രയോ ഇരട്ടി ചൂടാണ് നരകാഗ്നിക്കുള്ളത്. മനുഷ്യരും കല്ലുകളുമാണ് നരകത്തിൽ കത്തിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ ഏത് കൽപ്പനയും അനുസരിക്കുന്ന ശക്തരും പരിശുദ്ധ സ്വഭാവക്കാരുമായ മലക്കുകൾ അതിന് കാവൽ നിൽക്കുന്നു. മോചനം നേടാൻ സത്യവിശ്വാസികൾ അള്ളാഹുവിന്റെ നിയമവിധി വ്യവസ്ഥകൾ അനുസരിച്ചു സൂക്ഷ്മതയോടെ ഇഹലോക ജീവിതം നയിക്കാൻ പരിശ്രമിക്കുക. അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളും ചിന്തിച്ചു മനസ്സിലാക്കാനും സൃഷ്ടാവായ അള്ളാഹുവിന് നന്ദി കാണിക്കാനും വേണ്ടിയാണ് അള്ളാഹു ഇത്രയും അനുഗ്രഹങ്ങൾ ചെയ്തു തന്നത്. എങ്കിലും മനുഷ്യൻ വളരെ കുറച്ചു മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, കുറച്ചു മാത്രമേ നന്ദി കാണിക്കുകയും ചെയ്യുന്നുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇഹലോക ജീവിതമിത നമ്മളിൽ നിന്ന് ഓടി ഓടിപ്പോകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വന്നാസിയാതി ഖർഖാ والناشطات نشطا والصابئات سبحا والسابقات سبقا والمدبرات أمرا. ആഞ്ഞു വലിച്ചെടുക്കുന്നവയും സാവധാനം ആനയിക്കുന്നവയും അതിവേഗം കുതിക്കുന്നവയും മത്സരിച്ച് മുന്നേറുന്നവയും കാര്യങ്ങൾ നടപ്പാക്കുന്നവയുമായ മലക്കുകളാണ് സത്യം. സൂറത്തുൽ നാസിയാത്ത് 1 മുതൽ 5 വരെ 5 തരം പ്രവൃത്തികൾ ചെയ്യുന്ന മലക്കുകളെ കൊണ്ട് സത്യം ചെയ്തുകൊണ്ടാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. ഓരോ ശുദ്ധത്തിന്റെയും ആശയം ഇങ്ങനെ മനസ്സിലാക്കാം. 1. അവിശ്വാസികളിലേക്കും ദുർവൃത്തനിലേക്കും മലക്കുകൾ ഇറങ്ങിച്ചെന്ന് അവരുടെ ആത്മാവുകളെ ഊരിയെടുക്കും. അതായത് മുങ്ങുന്നവർ ഊടിയിടുന്നത് പോലെ അവിശ്വാസികളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആത്മാവുകളെ ഊരിയെടുക്കുമെന്നറിയിക്കുന്നു. മലക്കുകൾ അവരുടെ ആത്മാവ് പിടിച്ചെടുക്കാൻ അവരുടെ ശരീരങ്ങളിലേക്ക് മുങ്ങുന്നവരെ പോലെ ഊടിയിട്ട് ഇറങ്ങും. 2. സത്യവിശ്വാസികളും നിർവൃത്തരുമായ ആളുകളുടെ ആത്മാവുകളെ മലക്കുകൾ വളരെ മൃദുവായിട്ടായിരിക്കും പിടിച്ചെടുക്കുക. മലക്കുകളാൽ അനായാസം ആത്മാവ് പിടിച്ചെടുക്കപ്പെടുന്നവരും അവരിലുണ്ട്. അവർ ആത്മാവ് പിടിച്ചെടുക്കുന്ന സമയത്ത് മനുഷ്യരിൽ നിന്ന് ആത്മാവ് ഊരിയെടുക്കുന്ന അവരുടെ വേഗത കാരണം അത് ഒരു ആവരണം കുടിച്ചല്ലാത്ത ഒരു വസ്ത്രം ഊരിയെടുക്കുന്നത് പോലെയാകും. 3. ആകാശത്തിൽ നിന്ന് അതിവേഗം ഒഴുകിയാണ് അവർ വരിക. 4. എന്നിട്ട് മുന്നോട്ട് കുതിച്ചു പോകുന്നവ തന്നെയാണ് ഇതിന്റെ അർത്ഥം. പണ്ഡിതന്മാർക്ക് അജ്ഞാതമാണ്. അള്ളാഹുവിന്റെ ആജ്ഞയനുസരിച്ച് മരണം നിശ്ചയിച്ച ആത്മാവിനെ പിടിക്കാൻ വെമ്പലോടെ മുന്നോട്ട് പോകുന്നവ എന്നാവാം ഉദ്ദേശം. കൂടുതൽ അള്ളാഹുവിനെ അറിയൂ. മലക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവിശ്വാസികളുടെയും പാപികളുടെയും ആത്മാവ് ശരീരത്തിലെ അന്തർഭാഗത്തേക്ക് പരമാവധി ഉൾവലിയാൻ ശ്രദ്ധിക്കും. ഇവയെ പിരികൂടാനാവാം അവ മുന്നോട്ട് കുതിക്കുന്നത്. അതുമല്ലെങ്കിൽ പടക്കളത്തിൽ, അല്ലെങ്കിൽ നരകത്തിൽ, അല്ലെങ്കിൽ പരലോകത്തിൽ അവിശ്വാസികളെ പിടികൂടാൻ വേണ്ടി കുതിച്ചു വായുന്ന മലക്കുകളെയാവാം ഉദ്ദേശിക്കുന്നത്. കൂടുതൽ അള്ളാഹുവിനെ അറിയൂ. 5. കാലം നിയന്ത്രിക്കുന്നവയും തന്നെയാണ്
മുദബ്ബിറാത്തി അംറ എന്ന ചുറ്റത്തിന്റെ അർത്ഥത്തിൽ ഖുലഫാഉർ-റാഷിദീങ്ങളിലെ അവസാനത്തെ ഖലീഫയായ ഇമാം അലി റളിയല്ലാഹു അൻഹു, മുജാഹിദ് റളിയല്ലാഹു, അത്താഇ റളിയല്ലാഹു, അബൂ സ്വാലിഹ് റളിയല്ലാഹു, അൽ അസലുൽ ബസരി റളിയല്ലാഹു, ഖതാദ റളിയല്ലാഹു, അൽ റബീഉ ഇബ്നു അനസ് റളിയല്ലാഹു സുദ്ദി തുടങ്ങിയ ഇമാമുമാരുകളെല്ലാം പറഞ്ഞത് അവർ മലക്കുകളാണ് എന്നാണ്. ഇമാം ഹസനുൽ ബസ്വരി പറഞ്ഞത് തങ്ങളുടെ ശക്തനും പ്രതാപിയുമായ നാഥന്റെ കൽപ്പനാനുസൃതം അവർ ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്കുള്ള കാര്യങ്ങൾ കൊണ്ടുവന്ന് നിയന്ത്രിക്കുന്ന മലക്കുകളാണ് എന്നാണ്. ഇതാണ് സ്വഹാബികളും താബിഉകളും താബിഉകളും തഫ്സീറിലെ ആദ്യകാല പണ്ഡിതന്മാരും പറഞ്ഞത്. അർവാഹി എന്ന അർത്ഥം നൽകിയാൽ അത് പ്രമുഖ മലക്കുകളാവാനേ സാധ്യതയുള്ളൂ. കാരണം സൂറത്തു ലൈലത്തുൽ ഖദറിൽ അള്ളാഹു പറയുന്നു, അതിൽ മലക്കുകളും റൂഹും ഇറങ്ങും എന്ന്. അവിടെ റൂഹ് എന്നത് കൊണ്ട് വിവക്ഷിക്കുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം ആണെന്ന കാര്യത്തിൽ വിശ്വാസികളിൽ ആർക്കും തന്നെ സംശയമില്ല. അള്ളാഹുവിന്റെ കൽപ്പനകൾ അടുക്കോടെയും ചിട്ടയോടെയും നിർവഹിക്കുന്ന മലക്കുകളെയാണ് 5-ാം വാക്യത്തിലൂടെ സൂചിപ്പിച്ചത്. താങ്കൾ പറയുക, നിങ്ങളുടെ കാര്യത്തിൽ ലഭിക്കപ്പെട്ട മരണത്തിന്റെ മലക്കു നിങ്ങളെ മരിപ്പിക്കും, പിന്നീട് നിങ്ങളുടെ രക്ഷിതാവിലേക്ക് നിങ്ങൾ മടക്കപ്പെടുകയും ചെയ്യും. സൂറത്തുൽ സജദ 11. മലക്കുകൾ കൊണ്ടുപോകുന്ന റൂഹ് പരിശുദ്ധമായതും മോശമായതും ഉണ്ട്. മലക്കുൽ മൗത്ത് അസ്റായീൽ അഥവാ മരണത്തിന്റെ മലക്ക് അള്ളാഹു വിശ്വസിക്കാത്തവരുടെ റൂഹ് ആകട്ടെ, അവരിൽ ചിലര് തനിക്ക് മനസ്സിലാക്കാത്ത ഭാഷ സംസാരിക്കുന്നവരുമായ ആളുകളുടെ ഇടയിൽ ബന്ധസ്ഥനായതുപോലുള്ള അവസ്ഥയാകും അതിൻ്റേത്. അള്ളാഹുവിൽ വിശ്വസിക്കാത്ത അവിശ്വാസികൾ പുനർജീവിതത്തെ നിഷേധിക്കുന്നു. എന്നാൽ അള്ളാഹു ഈ വചനത്തിൽ മനുഷ്യരുടെ മരണത്തെ സ്ഥിരീകരിക്കുന്നു. മലക്കുൽ മൗത്ത് അസ്റായീൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഏറ്റവും സൗമ്യൻ, എന്നാൽ ഒരു ആത്മാവിനെയും തിരിച്ചെടുക്കാനുള്ള സമയം വൈകിക്കുകയോ വേഗത്തിലാക്കുകയോ ചെയ്യില്ല. അവിശ്വാസികളോട് രൂപത്തിലും ഭാവത്തിലും പാരുഷ്യം കാണിക്കുകയും ചെയ്യും. എന്നാൽ പരിശുദ്ധമായ റൂഹ് തന്റെ സ്വന്തം ബന്ധുമിത്രാദികളുടെ അടുക്കൽ ആവുന്നത് പോലെ വളരെ സന്തോഷമായിരിക്കും മലക്കുകളുടെ കൈവശമാവുമ്പോഴുള്ള അവസ്ഥ.